പഠിക്കാതെ മത്സരിക്കാൻ ചെന്നതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഞാൻ പറഞ്ഞല്ലോ, പരാതി എനിക്ക് എന്നെക്കുറിച്ച് മാത്രമേ ഉള്ളൂ. വസ്തുതകൾ മനസ്സിലാക്കാതെ ഒരു സുപ്രഭാതത്തിൽ മത്സരിക്കാൻ പോയതാണ് എനിക്ക് പറ്റിയ തെറ്റ്. പാർട്ടി അക്കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ ഒക്കെ പാർട്ടി വേദികളുണ്ടല്ലോ. ഇപ്പോൾ ഏതായാലും പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി മാസത്തിലൊരിക്കൽ ചേരണം എന്നാണ് തീരുമാനം എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദമായിട്ട് ചർച്ച ചെയ്യും പാർട്ടി ഫോറത്തിൽ. ഏതായാലും നഷ്ടപ്പെട്ട സീറ്റ് അടുത്ത ലോക്സഭാ ഇലക്ഷനിൽ തിരിച്ചു പിടിക്കണം. അതിന് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, പ്രതാപൻ തന്നെ മത്സരിച്ചാൽ മാത്രമേ അത് തിരിച്ചു പിടിക്കാൻ കഴിയുള്ളൂ എന്നാണ് എൻ്റെ ഒരു അസസ്മെൻറ്റ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തൃശൂർ തോൽവി ആരും മറന്നാലും കെ മുരളീധരൻ മറക്കില്ല. കാലം എത്ര കഴിഞ്ഞാലും ചതിയുടെ ചരിത്രം അദ്ദേഹത്തിൻ്റെ ഉറക്കം കെടുത്തും. വടകര വിട്ട് തൃശൂരിലേക്ക് അദ്ദേഹത്തെ എത്തിച്ച നേതൃത്വത്തിൻ്റെ ചെയ്ത്ത് മുരളീധരന് മറക്കാനാവുന്നതേയല്ല. തോൽവി അന്വേഷിക്കാമെന്നൊക്കെ നേതാക്കൾ അക്കാലത്ത് തന്നെ ഉറപ്പ് കൊടുത്തപ്പോൾ തന്നെ മുരളീധരൻ വ്യക്തമായി പറഞ്ഞു, ഒരു വിശ്വാസവുമില്ല, അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുകയുമില്ല. എന്നിട്ടും KC ജോസഫിനെ വിട്ട് KPCC അന്വേഷിപ്പിച്ചു. റിപ്പോർട്ട് നേതൃത്വത്തിന് കൊടുത്തിട്ട് മാസങ്ങളായി, ഒരു നടപടിയുമില്ല. മാധ്യമങ്ങളിൽ റിപ്പോർട്ടിൻ്റെ ചില പേജുകൾ പ്രത്യക്ഷപ്പെട്ടു. റിപ്പോർട്ട് അലമാരിയിൽ പൂട്ടിവെച്ച നേതാക്കൾ ചാടിക്കയറി ഒരു കാര്യം വെളിപ്പെടുത്തി. റിപ്പോർട്ടിൽ തൃശ്ശൂരിലെ ഒരു നേതാവിൻ്റെ പേരും പരാമർശിക്കുന്നില്ല. അന്വേഷണത്തിൽ അവിശ്വാസം ആദ്യമറിയിച്ച കെ മുരളീധരൻ പറഞ്ഞത് ശരിയായി. സുരേഷ് ഗോപിയെ ജയിപ്പിച്ച് മുരളീധരനെ തോൽപ്പിച്ചതിന് പിന്നിൽ തൃശ്ശൂരിലെ നേതാക്കളാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ നേതാക്കളുടെ വിശദീകരണം ഉൾക്കൊള്ളില്ല. നേതാക്കളുടെ പേരെടുത്തു പറഞ്ഞ് DCC ഓഫീസിന് മുന്നിലെ പോസ്റ്ററുകളും DCC ഓഫീസിലെ കൂട്ടത്തല്ലുമൊക്കെ നേതാക്കൾ മറന്നു. കെ മുരളീധരനെ തോൽപ്പിച്ചവരെ ചേർത്ത് നിർത്തി നേതാക്കൾ അന്വേഷണ റിപ്പോർട്ടിന് കാശിൻ്റെ വിലയില്ലാതാക്കുമ്പോൾ TN പ്രതാപനെ മത്സരിപ്പിച്ച് തൃശ്ശൂർ തിരിച്ചു പിടിക്കണമെന്ന് കെ മുരളീധരൻ പറയുന്നതിൻ്റെ പൊരുൾ അരിയാഹാരം കഴിക്കുന്നവർക്ക് നന്നായി മനസ്സിലാവും. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ ജോർജ് പൊടിപ്പാറ, മാധ്യമപ്രവർത്തകൻ, ശ്രീ M ജയചന്ദ്രൻ, മാധ്യമപ്രവർത്തകൻ, അഡ്വക്കേറ്റ് ലാൽകുമാർ, ഇടത് നിരീക്ഷകൻ, രാഷ്ട്രീയ നിരീക്ഷകൻ. ഞാൻ ശ്രീ പൊടിപ്പാറയിലേക്കാണ് ആദ്യം വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വന്ന മാധ്യമ വാർത്തകളും അതേ തുടർന്ന് നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള വിശദീകരണങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ന് കെ മുരളീധരൻ അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ തന്നെ ഇക്കാര്യത്തെ സമീപിക്കുന്നതിലൊക്കെ പല തരത്തിലും പലതും അടങ്ങിയിരിപ്പുണ്ട്. ശ്രീ പൊടിപ്പാറ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ റിപ്പോർട്ട് KPCC നേതൃത്വത്തിന് കൊടുത്തിട്ട് മാസങ്ങളായി. ഇതുവരെ അത് ഒരു തരത്തിലും പരിശോധിക്കാൻ നേതൃത്വം തയ്യാറായിട്ടില്ല. കോൺഗ്രസിനകത്ത് ഇത്തരം അന്വേഷണ റിപ്പോർട്ടുകളുടെ ഒരു സ്ഥിതി പരിതാപകരമാണ്. ഇത് കെ മുരളീധരൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. CV പത്മരാജൻ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ ഇപ്പോഴും ആളുകൾ ഉദാഹരിക്കുന്നതാണ്. അപ്പോൾ അത് പുറത്തു വരാതെ അതേക്കുറിച്ച് പാർട്ടി സമയബന്ധിതമായി പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുന്നില്ല. മറുഭാഗത്ത് കുറേ കഴിയുമ്പോൾ അതിലെ ചില ഭാഗങ്ങളൊക്കെ വാർത്തയായി വരുന്നു. അപ്പോഴേക്ക് അതേക്കുറിച്ച് അത് നിരാകരിക്കാൻ നേതൃത്വം കാട്ടുന്ന അത്രയും അധ്വാനം വേണ്ട. സത്യത്തിൽ രാഷ്ട്രീയമായി ഇതേക്കുറിച്ച് പരിശോധിച്ച് മുന്നോട്ട് പോയിരുന്നെങ്കിൽ അതിന് കുറേ കൂടി ഒരു ഗൗരവവും ഒരു ജാഗ്രതയും അല്ലെങ്കിൽ ആളുകൾക്ക് താല്പര്യവും വരുമായി. ഇതൊന്നും സംഭവിച്ചിട്ടില്ല. കെ മുരളീധരൻ ഏറ്റവും ഒടുവിൽ അടക്കം പ്രതികരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് ഇക്കാര്യങ്ങളിലുള്ള അതൃപ്തി, നേതൃത്വം ഇത് കൈകാര്യം ചെയ്യുന്നതിലെ ശരിയായ ഒരു രാഷ്ട്രീയ രീതിയില്ലായ്മ ഈ വിഷയത്തിലെ ഒരു പൊതുപ്രശ്നമാണോ ശ്രീ പൊടിപ്പാറ? കെ മുരളീധരന് സ്വാഭാവികമായിട്ടും പരാതിപ്പെടാനുള്ള എല്ലാ അർഹതയുണ്ട്, വേദനിക്കാനുള്ള അർഹതയുണ്ട്, അതുപോലെ തന്നെ നിരാശനാകാനുള്ള അർഹതയുണ്ട്. അതിനൊന്നും നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. തൃശ്ശൂരിൽ വിജയിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു, എന്നിട്ടും പരാജയപ്പെട്ടു. ആ പരാജയപ്പെട്ടതിൻ്റെ പൊരുൾ തേടി കാരണം തേടുമ്പോൾ അദ്ദേഹത്തിന് പറയാം സംഘടനാപരമായ ദൗർബല്യങ്ങൾ. പക്ഷേ ആ സംഘടനാപരമായ ദൗർബല്യത്തിൻ്റെ പ്രധാന കാരണക്കാർ തൃശ്ശൂരിലെ സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്ന ആളുകളാണ് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. വേണ്ടത്ര പിന്തുണ കിട്ടിയില്ല, വേണ്ട ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രവർത്തനം അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ജയിപ്പിക്കണം എന്ന ആ ഉറച്ച വിശ്വാസത്തോടെ പ്രവർത്തിച്ചില്ല എന്ന് മുരളീധരൻ പറയുന്നു. പക്ഷെ മുരളീധരൻ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയായത് നേതൃത്വത്തിന് വേണ്ടി ചെയ്തൊരു മഹാത്യാഗമാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം മുരളീധരന്റെ കൂടി അംഗീകാരത്തോടെ, മുരളീധരന്റെ കൂടി സമ്മതത്തോടെ മാത്രമേ അങ്ങനെയൊരു മണ്ഡലം മാറ്റം നടക്കുള്ളൂ. അവിടെയാണ് അദ്ദേഹം അഡ്മിറ്റ് ചെയ്യുന്നതും അദ്ദേഹത്തിന്റെ തെറ്റായി ആവർത്തിച്ചു അത് മാറ്റിവെച്ചിട്ടല്ല മുരളീധരൻ സംസാരിക്കുന്നത്. ഒരു സവിശേഷ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ സഹോദരി പത്മജ BJPയിൽ ചേരുന്നു.
അത് സൃഷ്ടിച്ച ഒരു ആഘാതത്തിന് ഒരു ബദൽ, ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ഒരു ബദൽ, ഒരു തന്ത്രം എന്നുള്ള നിലയ്ക്കാണ് വടകരയിലെ MP ആയിരുന്ന, സിറ്റിംഗ് MP ആയിരുന്ന മുരളീധരൻ തൃശ്ശൂർക്ക് വരുന്നതും പാലക്കാട് സിറ്റിംഗ് MLA ആയിരുന്ന ഷാഫി പറമ്പിൽ വടകരയ്ക്ക് പോകുന്നതും. ഷാഫി വടകരയ്ക്ക് പോയ പരീക്ഷണം വലിയ വിജയമായി. പക്ഷെ മുരളീധരൻ അദ്ദേഹത്തിന്റെ സ്വന്തം തട്ടകം എന്ന് അദ്ദേഹം വിശ്വസിക്കുന്ന, കോൺഗ്രസ്സുകാർ വിശ്വസിക്കുന്ന തൃശ്ശൂരിൽ അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നത് ദയനീയമായ തോൽവിയാണ്. ഈ തോൽവിക്ക് കേരളത്തിൽ, തൃശ്ശൂർ ജില്ലയിലെ കോൺഗ്രസ് സംഘടനയിലെ ചിലരുടെ ഒരു ഇടപെടൽ മാത്രമാണ്, അല്ലെങ്കിൽ അവരുടെ കുറ്റം മാത്രമാണോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, കുറ്റമുണ്ട്. അവര് നേതാക്കൾ എന്നുള്ള നിലയ്ക്ക് അവരവരുടെ പൂർണ്ണ ശേഷി വിനിയോഗിച്ചില്ല എന്നുള്ളതൊക്കെ നമുക്ക് അംഗീകരിക്കാമെങ്കിലും അത് മാത്രമാണ് കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മുരളീധരന്റെ പരാജയത്തിന്റെ പല കാരണങ്ങളിൽ ഒന്ന് തൃശ്ശൂരിലെ നേതൃത്വത്തിന്റെ ദൗർബല്യങ്ങളാണ്, അവരുടെ കഴിവുകേടാണ്, ജയിക്കണമെന്ന വാശിയോടെയുള്ള പ്രവർത്തനമില്ലാതെ പോയതാണ് എന്നുള്ളതൊക്കെ അംഗീകരിക്കപ്പെടും. ഈ സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിൽ അവരുടേതല്ലാത്ത കുറെ കാരണങ്ങൾ കൂടിയുണ്ട്. ആ കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, കഴിഞ്ഞ 5 വർഷമായിട്ട്, കഴിഞ്ഞ തവണത്തെ പരാജയത്തിന് ശേഷം സുരേഷ് ഗോപി തൃശ്ശൂരിൽ തമ്പടിച്ച് നടത്തിയ പ്രവർത്തനം. 5 വർഷവും അദ്ദേഹം ഈ പറഞ്ഞ പോലെ ചാരിറ്റി പ്രവർത്തനങ്ങളുമായിട്ട് വിവിധ വിശ്വാസത്തിലുള്ള, അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസികളെയും അതുപോലെ തന്നെ മറ്റു ഹൈന്ദവ വിശ്വാസികളെയും ഒരുപോലെ കയ്യിലെടുക്കാൻ നടത്തിയ ചില പ്രവർത്തനങ്ങൾ, അതിൽ ഈ ലൂർദ് മാതാവിന്റെ ശിരസിൽ കിരീടം സമർപ്പിച്ചത് അടക്കമുള്ള ഒട്ടേറെ കാര്യങ്ങൾ, പിന്നെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഒക്കെ അദ്ദേഹം ചെയ്തു എന്നുള്ളത് മാത്രമല്ല, അതിനകത്ത് വന്നൊരു സംഭവം എന്താന്ന് വെച്ചാൽ, അദ്ദേഹം ബേസിക്കലി, ഞാൻ സുരേഷ് ഗോപിയുടെ ആരാധകനല്ല. സുരേഷ് ഗോപി എന്ന് പറയുന്ന ആളുടെ രാഷ്ട്രീയത്തെക്കുറിച്ചോ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെക്കുറിച്ചോ അതിനൊന്നും വലിയ, എന്താ പറയാ, ആഭിമുഖ്യമുള്ള ഒരാളുമല്ല. പക്ഷെ എങ്കിൽ പോലും ഞാൻ പറയുന്നു, സാധാരണ ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കാൻ സുരേഷ് ഗോപി പല കാര്യങ്ങളും ചെയ്തു. മാത്രമല്ല, അവരിൽ പലരും വിചാരിച്ചത്, ആഫ്റ്റർ ഓൾ ഹീസ് എ ഗുഡ് ഹ്യൂമൻ ബീയിങ്, ഒരു നല്ല മനുഷ്യനാണ്, അലിവുള്ള, ആർദ്രതയുള്ള, മറ്റുള്ളവരുടെ വേദനകളിൽ, സങ്കടങ്ങളിൽ പ്രതികരിക്കുന്ന ഒരു നല്ല മനുഷ്യൻ. ഇവരെ മറ്റു രണ്ടുപേരെ അപേക്ഷിച്ച് മറ്റു രണ്ടുപേരും നല്ല ഒന്നാം തരം രാഷ്ട്രീയക്കാരാണ്. പക്ഷെ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആള് രാഷ്ട്രീയക്കാരനേക്കാൾ ഉപരി ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള നിലയ്ക്ക് കുറെ കൂടി ആർദ്രതയും അനുകമ്പയും മനുഷ്യത്വവും ഒക്കെ ഉള്ള ഒരാള്. ഒരു തവണ, ഈ കഴിഞ്ഞ തവണയും തോറ്റു, അതിനുശേഷം വീണ്ടും പലവണ തോൽക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കാം എന്നൊരു തോന്നൽ, എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരു അവസരം കൊടുത്തുകൂടാ, ഈ നല്ല മനുഷ്യൻ എന്തുകൊണ്ട് തൃശ്ശൂരിൽ ജയിപ്പിച്ചുകൂടാ എന്നൊരു ചിന്ത BJP-ക്കാരല്ലാത്ത ഒരു വലിയ വിഭാഗത്തിനുണ്ടായി. ആ കൂട്ടത്തില് ക്രൈസ്തവരുണ്ട്, അതുപോലെ തന്നെ മറ്റു വിഭാഗങ്ങളിൽ പെട്ടവരുമുണ്ട്. CPM-ൽ തന്നെ പെട്ട ഒരുപാട് പേര്, പഴയ കാലത്ത് അല്ലെങ്കിൽ മുമ്പ് CPM-ന് വോട്ട് ചെയ്തിരുന്ന വലിയൊരു വിഭാഗം ആളുകൾ. അതിന് ഞാൻ കാരണം പറയുന്നത് എന്താ വെച്ചാൽ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് കിട്ടിയ ഭൂരിപക്ഷം പരിശോധിച്ചാൽ ലക്ഷങ്ങളിലധികം ഭൂരിപക്ഷത്തിലാണ് ഈ 7 നിയോജകമണ്ഡലങ്ങളിൽ ഇടതുമുന്നണിയുടെ വിജയം. ആ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പ് 2-2 ഞാൻ അംഗീകരിക്കുന്നു. എങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 7 നിയോജകമണ്ഡലങ്ങളിൽ CPM-ന് കിട്ടിയ അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് കിട്ടിയ ഭൂരിപക്ഷം നോക്കുകയാണെങ്കിൽ അവിടെ VS അനിൽകുമാർ അനായാസം വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കേണ്ടതാണ്. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താ? സുരേഷ് ഗോപി വിജയിക്കുന്നു, ഇടതുമുന്നണിക്ക് ആ പറഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിന്റെ അതിലൊരു ആ നിരീക്ഷണം ശ്രീ പൊടിപ്പാറ അതത്ര യുക്തിസഹമാണോ? കാരണം 2021 എന്ന് പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സാഹചര്യം വളരെ വ്യത്യസ്തമാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു തുടർ ഭരണത്തിലേക്ക് പോകുന്നു. വളരെ ശക്തമായ ഇടത് തരംഗം ഉണ്ടാകുന്നു. ഇടതുപക്ഷത്തേക്ക് വോട്ട് ചെയ്യാത്ത ആളുകൾ പോലും ഇടതുപക്ഷത്തേക്ക് വോട്ട് ചെയ്യുമ്പോൾ സാമാന്യേന തൃശ്ശൂരിലെ നിയോജക മണ്ഡലങ്ങളിൽ ജയിക്കുമ്പോൾ കിട്ടാവുന്ന ഭൂരിപക്ഷത്തിനും അപ്പുറത്തേക്ക് പോയിട്ടുണ്ടാകാം. അങ്ങനെ ഉണ്ടാകുന്ന ഒരു എക്സെപ്ഷണൽ സിറ്റുവേഷനെ വെച്ചിട്ട് നമുക്ക് 24-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താരതമ്യം ചെയ്യുന്നത് യുക്തിസഹമാണോ? ഞാൻ സാന്ദർഭികമായി യുക്തിസഹമല്ലായിരിക്കാം ശരത്തെ. എന്റെ ചോദ്യം അതാണ്. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇവിടെ കോൺഗ്രസിന് മുമ്പ് കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ എല്ലാ തലത്തും കോൺഗ്രസിനോട് ചേർന്ന് നിന്ന ചില സമുദായ വിഭാഗങ്ങളുണ്ട്. ആ വിഭാഗങ്ങളിൽ നിന്ന് വൻതോതിൽ വോട്ട് സുരേഷ് ഗോപിക്ക് പോയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ അംഗീകരിക്കാം. അതുപോലെ തന്നെ LDF-ന് കാലാകാലങ്ങളിൽ വോട്ട് ചെയ്തിരുന്ന തൊട്ട് മുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ നന്നായി വോട്ട് ചെയ്ത ആളുകൾ, അല്ലെങ്കിൽ അവർക്ക് മാത്രമായിട്ട് വോട്ട് ചെയ്തിരുന്ന ആളുകളിലും ഒരു വലിയ വിഭാഗം സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. അപ്പൊ വോട്ട് ചോർന്നത് UDF-ൽ നിന്നോ കോൺഗ്രസിൽ നിന്നോ മാത്രമല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ മുരളീധരന് മാത്രം കിട്ടേണ്ട വോട്ടല്ല പോയത്.
സുനിൽകുമാറിന് കിട്ടേണ്ട വോട്ടുകളും വൻതോതിൽ ചേർന്നു. അവിടെ പൂരം കലക്കല്, അങ്ങനെ ഒരുപാട് വിവാദങ്ങളുണ്ടായി. അതെല്ലാം അദ്ദേഹം നന്നായി ഉപയോഗിച്ചു. മാത്രമല്ല, പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യാതെ പോകുന്ന ഒരു കാര്യമുണ്ട്, പലരും ചൂണ്ടിക്കാണിക്കാത്ത ഒരു കാര്യം. ഒരു ഉദാഹരണം നോക്കാം. അന്ന് ആ തെരഞ്ഞെടുപ്പ് ദിവസം പൂങ്കുന്നത്ത് ഒരു വലിയ തർക്കം നടന്നു. ആ തർക്കം എന്താണെന്ന് വെച്ചാൽ, പൂങ്കുന്നത്ത് താമസക്കാരല്ലാത്ത ഒരുപാട് ആളുകൾ അവിടുത്തെ ചില ഫ്ളാറ്റുകളിലെ താമസക്കാരെന്ന വ്യാജേന അവരവിടെ വോട്ട് ചെയ്യാൻ വന്നു. അത് ഇടതുമുന്നണിയും UDF ഒക്കെ തടയാൻ ശ്രമിച്ചു. ജില്ലാ കളക്ടർ വരെ ഇടപെട്ടു. പക്ഷെ ഒടുവിൽ ജില്ലാ കളക്ടർ പറഞ്ഞ വോട്ടേഴ്സ് ലിസ്റ്റിൽ അവരുടെ പേരുണ്ട്, അതുകൊണ്ട് തന്നെ അവരെ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് തടയാനൊക്കില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് BJP ഈ രീതിയിൽ വൻതോതിൽ വോട്ടുകൾ ചേർക്കേണ്ടായി. 50,000-ത്തിലധികം വോട്ടുകൾ അവർ പുതുതായിട്ട് ചേർത്തു. ഈ തന്ത്രം ഈ രണ്ട് മുന്നണികളും വേണ്ടത്ര മനസ്സിലാക്കിയില്ല. പ്രത്യേകിച്ച് UDF തീരെ മനസ്സിലാക്കിയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം തൃശ്ശൂരിലെ നേതൃത്വം അത്തരം കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് അതിന് തടയിടാനോ പ്രതിരോധിക്കാനോ ഉള്ള രീതിയിൽ സുസംഘടിതമായ രീതിയിൽ പ്രവർത്തിച്ചില്ല. അവിടെയാണ് ഈ നേതൃത്വത്തിന്റെ വീഴ്ച എന്ന് പറയുന്നത്. അവര് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കൂടെ പോയത് കൊണ്ട് മാത്രം കാര്യമില്ല, മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല. തീർച്ചയായും അങ്ങനെ ഇവിടെ ലാല് ഇപ്പോൾ ശ്രീ പൊടിപ്പാറ പറഞ്ഞു നിർത്തിയതിൻ്റെ തുടർച്ചയിൽ സംസാരിച്ചു വന്നാൽ, ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിജയത്തിൻ്റെയും തോൽവിയുടെയും നിരവധിയായ കാരണങ്ങളുണ്ടാകാം. അതിൻ്റെ വളരെ വളരെ വിശദമായൊരു തലത്തിലൂടെയാണ് ശ്രീ പൊടിപ്പാറ മുന്നോട്ട് പോയത്. പക്ഷേ അത്തരം കാര്യങ്ങളിൽ ചേർന്ന് നിൽക്കുന്ന കോൺഗ്രസും UDFുമായി ബന്ധപ്പെട്ട അവിടെ സംഘടനാ ദൗർബല്യമുണ്ട് എന്നുള്ളത് ഒരു അഡ്മിറ്റഡ് ഫാക്റ്റാണ്. അവിടെ സിറ്റിംഗ് MP ആയ പ്രതാപൻ മാറിയിട്ടാണ് മുരളീധരൻ വരുന്നത്. ഈ വിഷയങ്ങൾ, സംഘടനാ ദൗർബല്യം നിൽക്കുന്നു. അതുപോലെ സുരേഷ് ഗോപിക്ക് അധികമായി ഇങ്ങനെ കോൺഗ്രസ് വോട്ടുകളെ കൂടുതൽ ആകർഷിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് എങ്കിൽ അതെല്ലാം കണ്ടറിഞ്ഞുകൊണ്ട് അതിനെ അതിജീവിക്കേണ്ട, അല്ലെങ്കിൽ അതിനുവേണ്ടി മുൻപിൽ നിന്ന് സംഘടനയെ, UDFിനെ, കോൺഗ്രസിനെ നയിക്കേണ്ട ആളുകളിൽപ്പെട്ട ആളുകളാണ് TN പ്രതാപനാവട്ടെ, അല്ലെങ്കിൽ DC പ്രസിഡൻ്റായിരുന്ന വള്ളൂരാവട്ടെ, അതുപോലെ അനിലക്കരയാവട്ടെ, അതുപോലെ തന്നെ MP വിൻസൻ, ഇവരെല്ലാവരും. പക്ഷേ ആ സംഘടനാ ദൗർബല്യമെല്ലാം അതുപോലെ തന്നെ അവിടെ തുടർന്നു. TN പ്രതാപൻ അദ്ദേഹത്തിൻ്റെ നെറ്റിയിലെ വിയർപ്പ് തുടച്ചു കൊടുത്തതിനപ്പുറത്തെ, നേരത്തെ ശ്രീ പൊടിപ്പാറ പറഞ്ഞ അതിനപ്പുറത്തേക്ക് ഇവരൊക്കെ എത്രമാത്രം സജീവമായി ഇടപെട്ടു എന്ന വലിയ പ്രശ്നം നിൽക്കുന്നുണ്ട്. ഇതാകെ പരിശോധിക്കാനാണ്, അത്തരം സംഘടനാപരമായ കാര്യങ്ങൾ പരിശോധിക്കാനാണ് ഒരു KPCC സംവിധാനം മുന്നോട്ട് പോയത് KC ജോസഫിലൂടെ. അതെവിടെ എത്തപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമ്മുടെ മുമ്പിലുള്ളത്. കെ മുരളീധരൻ തുടർച്ചയായി രേഖപ്പെടുത്തുന്ന അവിശ്വാസം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണോ? തീർച്ചയായും. നോക്കൂ, ഇവിടെ പൊടിപ്പാറ സാർ ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിച്ചു. അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ടുകൾ BJPയിലേക്ക് അല്ലെങ്കിൽ സുരേഷ് ഗോപിയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാദം. അദ്ദേഹം ആ വാദം മുന്നോട്ട് വെക്കാൻ അദ്ദേഹത്തിന് എല്ലാ അവകാശങ്ങളും ഉണ്ട്. പക്ഷേ കണക്കുകൾ എന്താണ് സൂചിപ്പിക്കുന്നത്? നോക്കൂ, കേരളത്തിലെ ഒരു പ്രത്യേകത, നമ്മൾ കണ്ടുവരുന്ന ഒരു പാറ്റേൺ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ UDF അനുകൂലമായ ഒരു തരംഗം കേരളത്തിൽ പൊതുവെ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2019 ശേഷം 2014 ഒക്കെ നമ്മൾ കണ്ട ഒരു തരംഗമുണ്ട്. കാര്യം നരേന്ദ്രമോദിയെ അകറ്റി നിർത്താൻ അല്ലെങ്കിൽ മാറ്റി നിർത്താൻ സംസ്ഥാനം ഒരുമിച്ച് വോട്ട് ചെയ്യുന്നുള്ള ഒരു പാറ്റേൺ ആണ് കാണുന്നത്. ആ പാറ്റേൺ സത്യത്തിൽ സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിലേക്ക് വരുമ്പോൾ ഒരിക്കലും അത് കാണാറുമില്ല. അപ്പോൾ ഈ പറയുന്ന രീതിയിലാണ് ആ വോട്ടിങ്ങിൻ്റെ പാറ്റേൺ നടക്കുന്നത്. ആ പാറ്റേണിൽ സത്യത്തിൽ ആ പാറ്റേണിനെ ബ്രേക്ക് ചെയ്തല്ലേ തൃശ്ശൂർ ഇലക്ഷന് BJPക്ക് വിക്ടറി ഉണ്ടാകുന്നത്. അതിൽ കോൺഗ്രസിൻ്റെ വോട്ടുകൾ 80,000-ത്തിലധികം കുറയുകയും ചെയ്തു. 80,000-ത്തിലധികം വോട്ടുകൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കോൺഗ്രസിന് അവിടെ കുറഞ്ഞു. അവിടെ LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് കൂടുക ചെയ്തത്. ഇപ്പോൾ കുറച്ച് പേര് CPMൻ്റെ വോട്ടുകൾ BJPക്ക് ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണെങ്കിൽ അത് ബാലൻസ് ചെയ്യാൻ CPIMനോ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാൻഡിഡേറ്റിനും പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അവിടെ വോട്ട് വർദ്ധിക്കുന്നത്. അപ്പോൾ വോട്ട് വർധനവ അവിടെ കോൺഗ്രസ് CPMൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ CPIയുടെ സ്ഥാനാർത്ഥിക്ക് ഉണ്ടാകുന്ന വഴി 10 CPMകാർ, അടിയുറച്ച CPMകാർ അപ്പുറത്ത് വോട്ട് ചെയ്താൽ പോലും ആ ബാലൻസിങ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് നടന്നിട്ടുണ്ട്. സത്യത്തിൽ ആ ബാലൻസിങ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് നടന്നിട്ടുണ്ടോ? അതല്ലേ ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയം. എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടുന്ന വോട്ട് ബാലൻസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഏറ്റവും വലിയ വിജയം. അദ്ദേഹത്തിൻ്റെ വാദം ഞാൻ എടുത്താൽ പോലും, ഞാൻ അങ്ങനെ പൂർണ്ണമായി എടുത്ത അർത്ഥത്തിലല്ല, അദ്ദേഹത്തിൻ്റെ വാദം എടുത്ത് ഞാൻ മുന്നോട്ട് വെച്ച് ഞാൻ പറയുന്നേ ഉള്ളൂ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ പോസ്റ്റർ വരെ അടിച്ച ശേഷം, പ്രചരണം തുടങ്ങിയ ആദ്യ റൗണ്ട് കഴിഞ്ഞ ശേഷമാണ് യഥാർത്ഥത്തിൽ അവിടെ ഒരു മാറ്റം ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമ്പം തൃശ്ശൂരെ നേതൃത്വം ഈ പറയുന്ന ആൾക്കാർ അംഗീകരിക്കുമെന്നാണോ വിചാരിക്കുന്നത്? ആ കോൺഗ്രസിനകത്തെ പടലപ്പിണക്കങ്ങളെക്കുറിച്ച് അറിയാത്തവരായിരുന്നോ ഇവർ? കോൺഗ്രസിനകത്തുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ഇവർക്ക് അറിയാൻ വയ്യാത്ത ആൾക്കാരാണോ?
യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇവിടെ മുരളിയെ കൊണ്ടുവന്ന് ഇവിടെ പ്ലാൻ ചെയ്തു. മുരളിയെ പ്ലാൻ ചെയ്യുന്ന തിയറിക്കകത്ത് ഷാഫി പറമ്പിലിനെ കേരളത്തിൽ നിന്ന് പുറത്താക്കണം, പുറത്തേക്ക് അദ്ദേഹം പോകണം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ കോൺഗ്രസിനകത്ത് ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം ഉയർന്നു വരുന്നത് ഇവർക്കൊക്കെ അപകടമാണെന്നും പറഞ്ഞൊരു വാദം തന്നെ കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് ഷാഫിയെ മേളോട്ട് വിടാൻ ഏറ്റവും നല്ല മാർഗ്ഗം എന്ത് എന്നുള്ള ചോദ്യത്തിന് വടകര എന്ന് പറഞ്ഞ് ഒരു ഇക്വേഷൻ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ ചെയ്തു എന്നുള്ളൊരു നറേറ്റീവ് തന്നെയുണ്ട്. ഞാൻ ആ നറേറ്റീവ് പിടിക്കുന്നില്ല, പക്ഷേ ആ നറേറ്റീവ് ഇവിടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസ് ഒരാവശ്യവുമില്ലാത്ത ബാലൻസിംഗിന്റെ തിയറി കൂടി അങ്ങനെയാണ് അവിടെ വരിക കൂടി ചെയ്തത്. ലാലു പറഞ്ഞതുപോലെ അല്ല, കമ്മ്യൂണൽ ബാലൻസിംഗ് എന്ന് പറയുന്നത് നോക്കൂ, കമ്മ്യൂണൽ ബാലൻസിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ. അങ്ങനൊരു തെരഞ്ഞെടുപ്പിൽ കൂടി അല്ല യഥാർത്ഥത്തിൽ കോൺഗ്രസ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. എനിക്കൊരു സംശയമില്ല അക്കാര്യത്തിൽ, എനിക്കതിനകത്ത് ഒരു സംശയവുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല. അവർ വടകരയിലേക്ക് പോകുന്നു. വടകരയിലേക്ക് പോയി ഷാഫിയെ പാലക്കാട് എടുത്തിയാൽ പോരായിരുന്നോ? അപ്പോൾ ശ്രീകണ്ഠൻ അവിടെ ഉണ്ട്. സിറ്റിംഗ് സീറ്റിൽ നിൽക്കുന്ന ആൾ നിൽക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ പ്രതാപനും നിൽക്കണ്ടേ തൃശ്ശൂർ? അപ്പം ഞാനതിനെ കോംപ്ലിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്ന വാദം ഇത്രേ ഉള്ളൂ. കോൺഗ്രസിനകത്ത് വ്യക്തമായ പടലപ്പിണക്കം ഉണ്ടായിരുന്നു. അത് ഈ പറയുന്ന മുരളീധരൻ വരുന്നതിന് മുമ്പ് തന്നെ അതിനകത്ത് പ്രശ്നങ്ങളുണ്ട്. ഒരു കാൻഡിഡേറ്റിനെ ഫീൽഡ് ചെയ്ത ശേഷം അദ്ദേഹത്തിനെ വിഡ്രോ ചെയ്യുന്നത് അത് CPM-ലാണെങ്കിൽ ചിലപ്പം നടന്നിരിക്കും. കാര്യം കേഡർ മൊത്തത്തിൽ ഈ പറയുന്ന മാറ്റം പാർട്ടി മേളിൽ നിന്ന് പറഞ്ഞാൽ ഉടനെ താഴെ അംഗീകരിക്കാൻ പറ്റുമായിരിക്കും. കോൺഗ്രസ്സിൽ അങ്ങനെ അംഗീകരിക്കുന്ന ഒരു പാരമ്പര്യമുണ്ടോ എന്ന് കോൺഗ്രസുമായിട്ട് എന്തേലും ഒരു ബന്ധം, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരു ദിവസം അനലൈസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും അത് അപകടകരമായ ഒരു തീരുമാനമാണ്. ആ അപകടകരമായ തീരുമാനത്തിനനുസരിച്ചുള്ള റിസൾട്ടാണ് വന്നത്. കോൺഗ്രസ്സുകാർ ഒന്നടക്കം വോട്ട് ചെയ്ത് BJPക്ക് കൊടുത്തു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു കേട്ടില്ലായിരുന്നോ, നമ്മുടെ ഭക്തരല്ല അപ്പുറത്ത് വോട്ട് ചെയ്തു. അതെന്നാ ഇപ്പുറത്ത് നിന്നവർക്ക് ആർക്കും എന്നാ വോട്ട് ചെയ്യേണ്ടാഞ്ഞ്? ഇപ്പുറത്ത് നിന്നവരാരും എന്നാ വോട്ട് ചെയ്യാഞ്ഞത്? അപ്പൊ അപ്പുറത്തോട്ട് പോകാഞ്ഞത്? ഒരു രക്ഷകനായി സുരേഷ് ഗോപിയെ കണ്ടു എന്നാണ് പറഞ്ഞത്. രക്ഷകനായി സുരേഷ് ഗോപിയെ കണ്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതെ, രക്ഷകനായിട്ട് കോൺഗ്രസ്സുകാർ, അതാണ് അവിടുത്തെ പ്രശ്നം. എൻ്റെ പ്രശ്നം അതാണ്. അതിനകത്ത് ഏറ്റവും അപകടകരമായ പൊളിറ്റിക്സ് ഒളിഞ്ഞിരിക്കുന്ന അവിടെയാണ്. രക്ഷകനായി സുരേഷ് ഗോപിയെ കണ്ടു ആര്? ഈ 80,000 കോൺഗ്രസ്സുകാർ അല്ലേ? അങ്ങനല്ലേ വേണം നമ്മൾ അതിനെ വിലയിരുത്താൻ. കോൺഗ്രസിലുള്ള വോട്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തെങ്കിൽ ഈ പറയുന്ന ഒരു പൊളിറ്റിക്കൽ ടേമോയിൽ ഉണ്ടായ ഒരു സമയത്ത് നിങ്ങൾക്ക് രക്ഷകനായി സുരേഷ് ഗോപിയെ കാണുകയും VD സതീശനെയും VD സതീശന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയം പോലും ഉയർത്തിപ്പിടിക്കുന്നവരെ കാണാതിരിക്കുകയും ചെയ്തത് എന്തർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പം ഇതൊരു ചെറിയ കാര്യമല്ല. നോക്കൂ, പ്രതാപന്റെ കാര്യം ഇവിടെ പറഞ്ഞല്ലോ. പ്രതാപനുമായിട്ട് വ്യക്തിപരമായിട്ട് എനിക്ക് ഇതൊന്നുമില്ല. പ്രതാപനോട് ഇവർ കാണിച്ചത് നീതികേടാണ്. കാര്യം പ്രതാപനോട് മൊത്തം പേർക്കും സീറ്റ് കൊടുത്തിട്ട് ശേഷം ഈ ഇലയിട്ടിട്ട് അദ്ദേഹത്തിനും ഇലയിട്ടിട്ട് ചോറില്ല മാറ്റുകയോ ഇല പോലും ഇല്ല, പശു തിന്ന പോലത്തെ അവസ്ഥയായി പോയി പ്രതാപന്. അതല്ലേ സംഭവിച്ചത്? പ്രതാപൻ മാറി നിന്നു. പ്രതാപൻ മാറി നിന്ന് കഴിഞ്ഞാൽ പ്രതാപൻ മാറിയാൽ പ്രതാപന്റെ കൂട്ടത്തിലുള്ളവരെല്ലാം അതുപോലെ മാറണമെന്ന് പറയുന്ന രീതിയിൽ വോട്ട് ചെയ്യണമെന്നുണ്ടോ? അദ്ദേഹം മുഖത്തൊക്കെ നല്ല രീതിയിൽ വിയർപ്പ് തൂത്തു കൊടുത്തു, 1-2 ഉമ്മയും കൊടുത്തു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം 1-2 ഉമ്മയൊക്കെ കൊടുത്തായിരുന്നു ഈ പറയുന്ന മുരളീധരന്. പക്ഷെ ഉമ്മ മാത്രം മിച്ചം, കോൺഗ്രസ്സുകാരും വോട്ട് ചെയ്തില്ല. ഇതാണ് സംഭവിക്കുന്നത്. നോക്കൂ, സംഘടനാപരമായ വീക്ക്നെസ്സിനെ കുറിച്ചാണ് അടുത്ത് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ശരത്തേട്ടൻ ആലോചിക്കേണ്ട വിഷയമാണ്. ശരത്തേട്ടൻ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ പൊതുവെ ജനങ്ങൾ ആലോചിക്കേണ്ട വിഷയമാണ്. സംഘടനാപരമായി കോൺഗ്രസ് ഏറ്റവും വീക്കായിട്ട് നിൽക്കുന്ന സ്ഥലം തൃശ്ശൂരാണോ? ഒരിക്കലും അല്ല. അങ്ങനെയാണെങ്കിൽ എത്ര ജില്ല നമുക്ക് വേറെ പറയാൻ പറ്റും? സംഘടനാപരമായി വീക്കായിട്ട് നിൽക്കുന്ന എത്ര ജില്ല പറയാൻ പറ്റും? ആ ജില്ലകളിൽ പോലും ഈ തരംഗത്തിൽ ജയിച്ചപ്പം തൃശ്ശൂർ ജയിക്കാൻ പറ്റിയില്ല. അപ്പം ഇവിടെ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, കോൺഗ്രസ്സുകാർ ഒരു നല്ല ശതമാനം ആൾക്കാർ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ അപ്രീഷിയബിൾ ഷിഫ്റ്റ് എന്ന് പറയുന്നത് എവിടെ നടന്നു എന്നുള്ള ചോദ്യം അത് കൃത്യമായി കോൺഗ്രസിൻ്റെ ഭാഗത്ത് നടന്നു. അല്ലെങ്കിൽ ഒരു കാരണവശാലും സുരേഷ് ഗോപി പാർലമെന്റിൽ എത്താനുള്ള ഈ രൂപത്തിലെത്തില്ല. നോക്കൂ, ഇപ്പം പൊടിപ്പാർ സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, കൂടുതൽ വോട്ട് ചേർത്തു, ഇതൊക്കെ ശരിയാണ്. കോൺഗ്രസ് നന്നായിട്ട് മത്സരിച്ചു വരുന്നെങ്കിൽ, കോൺഗ്രസിൻ്റെ വോട്ട് കൃത്യമായി കോൺഗ്രസിൻ്റെ പാളയത്തിൽ വീണു വരുന്നെങ്കിൽ, താങ്കൾ പറഞ്ഞതുപോലെ ആൾക്കാർ വോട്ട് ചെയ്ത് ചിലപ്പോൾ സുരേഷ് ഗോപി ജയിക്കും എന്ന് അതും വേണം ഞാൻ അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ അത് ഈ ഭൂരിപക്ഷത്തിലാകത്തില്ലായിരുന്നു. ഒരു 5000 വോട്ടിനോ അല്ലെങ്കിൽ അങ്ങനെ വല്ലതും ജയിച്ചു എന്ന് പറയുന്ന ഒരു ന്യായം ഉണ്ടായിരുന്നു. ഇത് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും, നിങ്ങൾ എന്ന് വെച്ചാൽ കോൺഗ്രസിനെ ഞാൻ ഉദ്ദേശിച്ചത്, കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന വലിയ വീഴ്ചയാണ് ഇത്. പലപ്പോഴും ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. എപ്പോൾ കോൺഗ്രസ് വീക്കായോ അവിടെ BJP ജയിച്ചിട്ടുണ്ട്.
നമ്മൾ വ്യക്തമായി ഈ കാര്യം നിയമത്ത് കണ്ടതാണ്. നിയമത്തെ രാഷ്ട്രീയം കേരളത്തിൻ്റെ ചരിത്രത്തിൽ 2 പ്രാവശ്യമേ തെരഞ്ഞെടുത്ത് BJPയുടെ ചിഹ്നത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളൂ. എപ്പോഴാണ്? ഒന്ന് ഒ രാജഗോപാലാണ്. ഒ രാജഗോപാൽ എങ്ങനെ ജയിച്ചു? കോൺഗ്രസിൻ്റെ വോട്ട് UDFൻ്റെ വോട്ട് ഗണ്യമായി കുറഞ്ഞു. അപ്പം BJP ജയിച്ചു. അതേപോലെ തന്നെ അതേ പാറ്റേണിലാണ് യഥാർത്ഥത്തിൽ ഈ തൃശ്ശൂരിലെ കാര്യം നടന്നത്. അത് നമ്മൾ മറന്നുപോകരുത്. ശരി, ഇവിടെ ശ്രീ ജയചന്ദ്രൻ, ഇവിടെ വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വിഷയങ്ങൾ ഈ നേതൃത്വം കൈകാര്യം ചെയ്തതിലുള്ള ഒരു അതൃപ്തി ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ട് വന്ന ശേഷവും, കാരണം അവിടെ സംഘടനാപരമായ ദൗർബല്യങ്ങളുണ്ട്, എന്നാൽ പ്രധാനപ്പെട്ട ജില്ലാ നേതാക്കളുണ്ട്. ആ ഒരു ആത്മവിശ്വാസവും കോൺഫിഡൻസൊക്കെ പകർന്നു നൽകിയാണ് മുരളീധരനെ അങ്ങോട്ട് അയച്ചത്. പക്ഷേ പ്രചരണ രംഗത്ത് ഇതൊന്നും കണ്ടില്ല. പിന്നീട് തോൽവിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞ ഓരോ വാക്യവും എടുത്തു നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. ആ രീതിയിലായിരുന്നു അവിടെ പോക്ക് എന്ന് അദ്ദേഹം എത്ര സരസമായി വളരെ ലളിതമായി അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ നേതാക്കളുണ്ട്, താഴെത്തട്ടിൽ നേതാക്കളുണ്ട്. പക്ഷേ ഇവരുടെയൊക്കെ പെരുമാറ്റവും തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രവർത്തനവും ഒട്ടും തൃപ്തികരമായിരുന്നില്ല എന്ന് അദ്ദേഹത്തിന് നല്ല ധാരണയുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ഓരോ വാചകത്തിൽ നിന്ന് വ്യക്തമായി നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് പോലും അദ്ദേഹം പറഞ്ഞത് ഇനി ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കെ മുരളീധരനാണ് പറയുന്നത് എന്നതുകൊണ്ട് തന്നെ ആളുകൾക്ക് അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ സെൻസ് പിടികിട്ടും. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ TN പ്രതാപനെ തന്നെ മത്സരിപ്പിക്കണം. മറുഭാഗത്ത് ഈ റിപ്പോർട്ടിൽ ഒരു നേതാവിൻ്റെയും പേരില്ല എന്ന് പറയാൻ നേതാക്കൾ വലിയ താല്പര്യം കാണിക്കുന്നുമുണ്ട്. പക്ഷേ സംഘടനാ ദൗർബല്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ സംഘടനാ ദൗർബല്യത്തിന് അല്ലെങ്കിൽ ആ ഒരു പശ്ചാത്തലത്തിൽ ആ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്ത ആളുകൾ അതിനനുസരിച്ച് പ്രവർത്തിച്ചോ, ഏതൊക്കെ തരത്തിൽ വീഴ്ച വരുത്തി എന്നുള്ളതല്ലേ പ്രധാനമായും പരിശോധിച്ചാൽ സ്വാഭാവികമായും അതിൽ പേരുകൾ ഉൾപ്പെടില്ലേ? അപ്പോൾ പേരുകളില്ലാത്ത, വീഴ്ച നടത്തിയവരെ കണ്ടെത്താത്ത റിപ്പോർട്ട് എന്ത് റിപ്പോർട്ടാണ്? അപ്പോൾ ആ നിലയിൽ പ്രവർത്തിച്ചവരെയൊക്കെ ഇപ്പോൾ നേതൃത്വം സപ്പോർട്ട് ചെയ്യുകയാണോ അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുകയാണോ? മുരളീധരൻ പറയുന്നതിലൊക്കെ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. നേതൃത്വം ആ നിലയിൽ വേണ്ട രീതിയിൽ ഇടപെടുന്നില്ല എന്നതുകൂടി കൂടുതൽ വെളിവാകുകയാണോ ഈ വിഷയത്തിൽ, തൃശ്ശൂരിൻ്റെ കാര്യത്തിൽ? സ്ഥലത്തെ ഈ കെ മുരളീധരൻ എന്ന രാഷ്ട്രീയ നേതാവ് നിഷ്പ്രയോജനകരമായോ അല്ലെങ്കിൽ നിഷ്കളങ്കമായോ എന്തെങ്കിലും ഒരു വാക്ക് പറയുന്നയാളല്ല എന്ന് മുരളീധരനെ ശ്രദ്ധിച്ചിട്ടുള്ള ആർക്കും അറിയുന്ന കാര്യമാണ്. ഇന്ന് അദ്ദേഹം യഥാർത്ഥത്തിൽ ചെയ്തത് വളരെ ക്ലോസായ റേഞ്ചിൽ നിന്ന്, എന്ന് പറഞ്ഞാൽ പോയിൻറ്റ് ബ്ലാങ്കിൽ നിന്ന് നിറയൊഴിച്ചിരിക്കുകയാണ് വാസ്തവത്തിൽ അദ്ദേഹം ചെയ്തത്. അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിലെ ഏറ്റവും സുപ്രധാനമായ ഭാഷണം, സ്റ്റേറ്റ്മെൻറ്റായിട്ട് ഞാൻ കാണുന്നത് താങ്കളിപ്പോൾ ഏറ്റവും ഒടുവിൽ സൂചിപ്പിച്ച ഇക്കാര്യം തന്നെയാണ്. പ്രതാപൻ എന്നുള്ള ആ ഒരു ടാർഗറ്റ് തന്നെയാണ് മുരളീധരൻ മുമ്പോട്ട് വയ്ക്കുന്നത്. കോൺഗ്രസ് രാഷ്ട്രീയത്തിന് മുൻപാകെ തൃശ്ശൂർ തിരിച്ചു പിടിക്കണമെങ്കിൽ പ്രതാപൻ തന്നെ മത്സരിച്ചാലേ പറ്റൂ എന്നാണ് താൻ കരുതുന്നത് എന്ന് പറയുന്നത് തൃശ്ശൂർ മത്സരിച്ച് തോൽക്കുകയും സുരേഷ് ഗോപിയുടെ വിജയത്തിന് വേണ്ടി വഴിമാറി കൊടുക്കേണ്ടി വരികയും ദയനീയമായി പരാജയപ്പെടുകയും ചെയ്ത കെ മുരളീധരനാണ്. എത്ര വോട്ടിനാണ്? 84,000 വോട്ടിനാണ് മുരളീധരൻ സുരേഷ് ഗോപിയോട് തോൽക്കുന്നത്. അപ്പോൾ ഈ 84,000 വോട്ടിന് തോറ്റ കെ മുരളീധരൻ എന്ന രാഷ്ട്രീയ നേതാവിന്, ലീഡർ കെ കരുണാകരൻ്റെ മകന്, മുൻ KPCC പ്രസിഡൻറ്റിന് ഇനി അവിടെ ഒരംഗത്തിന് ബാല്യമില്ല എന്ന് അദ്ദേഹം തുറന്നു പറയുകയാണ് കേരളീയ പൊതുസമൂഹത്തോട്. എന്ന് മാത്രമല്ല, അവിടെ ജയിക്കണമെങ്കിൽ പ്രതാപൻ തന്നെ നിന്നാലേ പറ്റൂ എന്ന് പറഞ്ഞാൽ എന്താണ് ഡയറക്റ്റായിട്ടുള്ള അർത്ഥം? 84,000 വോട്ട് കൊണ്ട് പോയത് പ്രതാപനും അദ്ദേഹവുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളുമാണ് എന്ന് സ്ട്രെയിറ്റായിട്ടങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുകയല്ല, അതങ്ങനെ അങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് കെ മുരളീധരൻ ചെയ്യുന്നത്. എന്നിട്ട് കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടെ അദ്ദേഹം നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഒരു കാര്യമല്ല, 2 കാര്യം. ഒന്ന്, രാഷ്ട്രീയകാര്യ സമിതി, പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി എല്ലാ മാസവും ഇനിയിപ്പോൾ കൂടുമെന്നാണല്ലോ പറയുന്നത് എന്നൊരു കാര്യം. മറ്റൊന്ന്, എത്രയോ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകൾ ഒരു നടപടിയും എടുക്കാതെ KPCC ഓഫീസിലുണ്ട് എന്ന് മറ്റൊരു നിരീക്ഷണം. ഇതൊക്കെ എന്താണ്? നമ്മോട് പറയുന്നതല്ല, നമ്മോട് പറയുന്നത് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ കോൺഗ്രസിനോട് പറയുന്നത് എന്താണ്? എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജോർജ് പൊടിപാറ ഉണ്ടല്ലോ ചർച്ചയിൽ. അദ്ദേഹത്തിന് ഇവരൊക്കെ ആയിട്ട് നേരിട്ട് വ്യക്തിപരമായ ബന്ധമുള്ള
മാധ്യമപ്രവർത്തകൻ കൂടെയാണല്ലോ. അദ്ദേഹം പറയുന്നത് ജനങ്ങൾ വിശാലമായി ചിന്തിച്ചു, ഒരു നല്ല മനുഷ്യനാണ് സുരേഷ് ഗോപി എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന് അങ്ങ് വോട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ സർ, പിന്നെ ഈ 84,000 വോട്ട് കുറഞ്ഞല്ലോ കോൺഗ്രസ്സിന്, മുരളീധരന്. അപ്പോൾ സുനിൽകുമാറിന് 16,000 വോട്ട് കൂടിയല്ലോ. അതെന്ത് മാജിക്കാണ്? താങ്കൾ പറയുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ടാലി വെച്ചുകൊണ്ട് നോക്കുമ്പോൾ, അനലൈസ് ചെയ്യുമ്പോഴേക്ക് ലക്ഷക്കണക്കിന് വോട്ടിന് സുനിൽകുമാർ അനായാസേന ജയിക്കേണ്ടതാണ്. ഓക്കെ, ആ വാദമുഖം അവിടെ നിന്നോട്ടെ. ആ വാദത്തിന് വേണ്ടി താങ്കളുടെ അഭിപ്രായം ഉൾക്കൊള്ളുന്നു. അപ്പോൾ പാറ്റേണിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ശരത്ത് തന്നെ പറഞ്ഞല്ലോ പാറ്റേണിൻ്റെ കാര്യം. പിന്നെ നിയമസഭയുടെയും ലോക്സഭയുടെയും വോട്ടിംഗ് പാറ്റേൺ രണ്ടും വ്യത്യസ്ത തലങ്ങളിലാണ്, പഞ്ചായത്തിൻ്റെയും അത് മറ്റു തലത്തിലുമാണ്. പക്ഷേ കഴിഞ്ഞ 2019 കിട്ടിയതിനേക്കാൾ 16,000 വോട്ട് കൂടുകയാണല്ലോ LDF സ്ഥാനാർത്ഥിക്ക് ചെയ്തത്. അപ്പോൾ അന്ന് തന്നെ നേരത്തെ ആ ചർച്ചകളുടെ തുടക്കകാലത്ത് തന്നെ കോൺഗ്രസ് നേതാക്കൾ മറുചോദ്യം ഉന്നയിച്ചിരുന്നത്, അപ്പോൾ എത്ര വോട്ട് കൂടി എന്ന് നിങ്ങൾ നോക്കണ്ടേ? അതെന്തിനാണ് സർ? വോട്ട് കൂടി, ഈ എത്ര വോട്ടർമാർ കൂടി എന്നുള്ളതല്ല, ഇവിടെ വോട്ട് കൂടിയല്ലോ. സ്ഥാനാർത്ഥിക്ക് 16,000 വോട്ട് കൂടി, അതേസമയം കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് 84,000 വോട്ട് കുറഞ്ഞപ്പോഴാണ് 75,000 വോട്ടിന് മുരളീധരൻ ജയിക്കുന്നത്. ആ ഫാക്റ്റ് നമ്മുടെ മുമ്പിൽ, ആ സ്റ്റാറ്റിക്സ് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണല്ലോ. അതാണ്, അവിടെയാണ് ഞാൻ പറഞ്ഞത്, പോയിന്റ് ബ്ലാങ്കിൽ നിറയൊഴിക്കുകയാണ് മുരളീധരൻ. അത് കൊണ്ടുപോയത് ആരാണ്? അത് കൊണ്ടുപോയത് TN പ്രതാപനാണ്. TN പ്രതാപൻ ആയതുകൊണ്ട് തന്നെയാണ് TN പ്രതാപൻ നിന്നാലേ ആ സീറ്റ് ജയിക്കൂ എന്ന് മുരളീധരൻ ഇന്ന് ഒരു കാരണവുമില്ലാതാണ് ഓർമ്മിപ്പിക്കുന്നത്. ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നതിന് യാതൊരു കാരണവുമില്ല എന്നും കൂടെ നമ്മൾ വിശ്വസിക്കണമോ ശരത്തെ? ഇത് മുരളീധരനെയും, ഒരേ സമയം മുരളീധരനെയും അതേസമയം തന്നെ പ്രതാപനെയും വെടിവെച്ച് വീഴ്ത്തുന്ന ആ തന്ത്രത്തിൻ്റെ പേരെന്താണെന്നുള്ളത് ശ്രീ പൊടിപാറ തന്നെ പറഞ്ഞാൽ മതി. കോൺഗ്രസ്സിലെ ഹൈക്കമാൻഡ് തന്ത്രം, അത് ഈ ശൃഗാല കൗശലം എന്നൊന്നും പറഞ്ഞാൽ മതിയാവില്ല. അതിൻ്റെ ആ പ്രയോഗം, അതിൻ്റെ ആ ഒരു വ്യാപ്തി അതിലും അപ്പുറമാണ്. അതുകൊണ്ടാണ് ഒരേ സമയം മുരളീധരനെ വീഴ്ത്തി അതേസമയം തന്നെ ഇദ്ദേഹത്തിനെ ഒഴിവാക്കുകയും ചെയ്തു, പ്രതാപനെ. പിന്നെ തോൽവിയുടെ പേരിലോ ജോസ് വള്ളൂരിനെ അടക്കം അവിടുന്ന് ഡീപ്പോസ് ചെയ്തുകൊണ്ട് പിന്നെ കൊണ്ടുവന്ന ആരാണ്? ശ്രീകണ്ഠനെ കൊണ്ടുവരുന്നു പ്രസിഡൻ്റായിട്ട്. ഇതൊക്കെ ഇതിൻ്റെ അകത്തൊക്കെ വരുന്നത് എന്താണ്? ഒരു തരം പിന്നെ ഈ അപ്രമാദിത്വം തന്നെയല്ലേ? അപ്രമാദിത്വം എന്നുള്ളതാണോ പറയേണ്ടത്, അതോ ആധിപത്യപരം ഹെഗമോണിക്കൽ എന്നുള്ളതാണെന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ അത്തരത്തിലുള്ള സംവിധാനങ്ങളിലൂടെ കോൺഗ്രസ് പാർട്ടി കടന്നു പോകുന്ന കേരളത്തിൽ നിന്നുകൊണ്ടാണ് മുൻ KPCC പ്രസിഡന്റ് ലീഡർ K കരുണാകരൻ്റെ മകനായിട്ടുള്ള K മുരളീധരൻ ഇത്രയധികം പിന്നെ വിനയാന്വിതനാവുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പച്ചക്കുള്ള അർത്ഥം എനിക്ക് മനസ്സിലാവുന്നത് മറ്റൊരു രൂപത്തിലാണ്. അദ്ദേഹം തീർത്തും ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു, ദുർബലനായിരിക്കുന്നു തന്നെ. എന്താണ് ശരത്തെ? അല്ല, താങ്കൾ പറഞ്ഞത് മുമ്പ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അരിയാഹാരം കഴിക്കുന്നവർക്ക് നന്നായി മനസ്സിലാവും. അതെ 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 അല്ല, അദ്ദേഹം K മുരളീധരൻ എന്ന പിന്നെ ഒരു കാലത്ത് നല്ല താൻപോരിമയും പൊലിമയും ഒക്കെ ഉണ്ടായിരുന്ന നേതാവ് ഇന്ന് അപ്രസക്തനായിരിക്കുന്നു കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞ് മനസ്സ് തുറക്കുകയാണ് ഇന്നത്തെ സംഭാഷണത്തിലൂടെ ചെയ്തത്. മറ്റൊന്നും കൂടെ ഉണ്ട്, ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന് എന്ന് അടിവരയിടുന്നതിന്റെ ഭാഗമായിട്ടാണ് എത്രയോ കമ്മീഷൻ റിപ്പോർട്ടുകൾ ഞാൻ താങ്കളിലേക്ക് വരാം. അതായത് അത് നേരത്തെ തന്നെ അന്വേഷണം എന്നൊരു ഓഫർ ആദ്യം വന്നപ്പോൾ തന്നെ K മുരളീധരൻ അത് തടഞ്ഞതാണ്. കാരണം അതിൽ താനൊരു പരാതിക്കാരനാവുന്നില്ല. കാരണം പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. അന്വേഷണ റിപ്പോർട്ടുകളുടെയൊക്കെ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞ് നമുക്കൊക്കെ നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ അതിലൊരു വിശ്വാസവും അർപ്പിക്കാതിരുന്ന K മുരളീധരനാണ് ഇപ്പോൾ ആ അന്വേഷണ റിപ്പോർട്ടുമായി പുറത്തു വരുന്ന വിവരങ്ങൾ വാർത്തകളാകുമ്പോൾ ശരി എന്നുള്ള ഒരു പൊതുചിന്ത വളരുന്നുണ്ട്. കാരണം അദ്ദേഹം അന്നേ പറഞ്ഞു ഇതിൻ്റെ ഗതി ഇങ്ങനെയൊക്കെ തന്നെയാകും, അതുകൊണ്ട് ആ വഴിക്ക് പോകണ്ട. ഇപ്പോൾ ആ രൂപത്തിൽ തന്നെയാണ് ആ കാര്യങ്ങളാകെ മാറുന്നത്. ഇവിടെ ഞാൻ ശ്രീ പൊടിപ്പാറയിലേക്ക് വരികയാണ്. അതിനു മുമ്പ് ഒരു കാര്യം, സാന്ദർഭികമായി ഈ ഘട്ടത്തിൽ ഈ കാലത്ത് ചർച്ച ചെയ്യുമ്പോൾ തൃശ്ശൂരിൽ മാസങ്ങൾക്ക് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു നല്ല മനുഷ്യനാണ്, നല്ല ഹ്യൂമൻ ബീയിങ് ആണ് എന്ന നിലയിലൊക്കെ കണ്ട് സുരേഷ് ഗോപിക്ക്
അല്ല, താങ്കളുടെ അല്ല, ജനങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു ചിത്രീകരണം താങ്കൾക്ക് അഭിപ്രായം ഉണ്ടെന്നല്ല, താങ്കളത് പ്രത്യേകം പറഞ്ഞല്ലോ. ആ ചിന്താഗതി വെച്ച് പുലർത്തുന്ന ആളല്ല എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെയൊക്കെ ആളുകളെ ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന കോണ്ടെക്സ്റ്റ് ഉണ്ടല്ലോ, ഇന്ന് വളരെ പ്രസക്തമാണ്, സന്ദർഭോചിതമാണെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം തന്നെ ആളുകൾ അദ്ദേഹത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ അത് സാന്ദർഭികമായി വന്നതുപോലും നന്നായി എന്നാണ് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചത്. ഇവിടെ ഞാൻ ശ്രീ പൊടിപ്പാറയിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ വി.ഡി. സതീശൻ, പ്രതിപക്ഷ നേതാവ്, കഴിഞ്ഞ ദിവസം ഈ റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ പുറത്തു വന്നപ്പോൾ ആദ്യം തന്നെ അത് വ്യാജമാണ് എന്നൊരു നിലപാടെടുത്തയാൾ അനിൽ അക്കരെയാണ്. പിന്നീട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം മാറ്റി എന്നോ മറ്റോ ഒക്കെ അന്ന് തന്നെ വാർത്തകളിൽ കണ്ടിരുന്നു. പിന്നീട് വാർത്താ സമ്മേളനത്തിൽ ചോദ്യം വന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇതേക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ 1-2 വാക്യങ്ങളുണ്ട്, അതൊന്ന് കണ്ടുകൊണ്ട് വേഗം വരാം. അല്ല, റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അത് ചാനലിൽ കാണുന്ന റിപ്പോർട്ടല്ല, ഞാൻ വായിച്ച റിപ്പോർട്ടല്ല ചാനലിൽ കാണുന്നത്. അത് വേറെ റിപ്പോർട്ട്, വേറെ ആരെങ്കിലും തന്ന റിപ്പോർട്ടായിരിക്കും. അതൊന്നുമല്ല. അവിടെ പല കാരണങ്ങളുണ്ട് തോൽവിയിൽ. റിപ്പോർട്ട് ഞാൻ വായിച്ചതാണ്. എനിക്കത് വെളിപ്പെടുത്താൻ പറ്റില്ല, കാരണം പാർട്ടിയാണ് വെളിപ്പെടുത്തേണ്ടത്. സംഘടനാപരമായി KPCCക്കാണ് ഒരു റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ റിപ്പോർട്ട് വായിച്ചിട്ടുണ്ട് ലീഡർഷിപ്പിലുള്ള ഒരാളെന്ന നിലയിൽ. പക്ഷെ ഇന്നിപ്പോൾ ചാനലിൽ വന്നിരിക്കുന്ന പേരുകളും അതൊന്നും ആയിട്ട് പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും റിപ്പോർട്ടിലുള്ളതായിട്ട് എനിക്കറിയില്ല. ഇവിടെ ശ്രീ പൊടിപ്പാറ അദ്ദേഹം പറഞ്ഞതിൽ 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം ആ റിപ്പോർട്ട് വായിച്ചിട്ടുണ്ട്. അദ്ദേഹം വായിച്ചിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് അതിൻ്റെ 2ാമത്തെ വരി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പല കാരണങ്ങളുണ്ട് എന്ന് പറയുകയും സംഘടനാപരമായ ദൗർബല്യങ്ങൾ എന്നുള്ളത് വളരെ പ്രധാനമാണ്. തൃശ്ശൂരിലെ കോൺഗ്രസിനകത്ത് അങ്ങനെ ഒരു പൊതുവികാരം ശക്തമായിട്ടുണ്ട്. DCCക്ക് മുമ്പിൽ വന്ന പോസ്റ്ററുകൾ, DCCയിൽ തന്നെ ഉണ്ടായ വലിയ കൂട്ടത്തല്ല്, ഇതൊക്കെ നമ്മൾ തെരഞ്ഞെടുപ്പിന് ശേഷം കണ്ടതാണ്. ഇതാകെ പരിഹരിക്കേണ്ട ഒരു പ്രശ്നം കൂടിയ അന്വേഷണ കമ്മീഷന് മുമ്പാകെയുണ്ട്, അല്ലെങ്കിൽ ചൂണ്ടിക്കാട്ടേണ്ട ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പരാജയവുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തമുള്ള ആളുകൾ, വീഴ്ചകൾ വരുത്തിയ ആളുകൾ എന്നുള്ളതൊരു റിപ്പോർട്ട്, ഒരു അന്വേഷണ കമ്മീഷൻ കണ്ടെത്തുക എന്നത് സ്വാഭാവികമല്ലേ? അപ്പോൾ ഒരു പേരുമില്ല എന്ന് പറഞ്ഞു വെക്കുന്നതിന് പിന്നിലത്തെ ഒരു അന്വേഷണ കമ്മീഷനെ സംബന്ധിച്ചുള്ള അതിൻ്റെ പൊരുൾ, അതിൻ്റെ ഒരു ഗൗരവം എന്താണ്, ഉള്ളടക്കം എന്താണ് എന്നുള്ളത് വളരെ 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 ശോഷിച്ചു പോവുകയല്ലേ? സംശയാസ്പദമാക്കി മാറ്റുകയാണോ അതിലൂടെ നേതൃത്വം തന്നെ ചെയ്യുന്നത്? മറുഭാഗത്താണ് കെ മുരളീധരൻ കൃത്യമായി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു വെക്കുമ്പോഴും ഒരു പേരെടുത്ത് കൃത്യമായി പറഞ്ഞു വെച്ചത് TN പ്രതാപൻ. വളരെ പോസിറ്റീവ് എന്ന മട്ടിൽ ആ മണ്ഡലം ഇനി തിരിച്ചു പിടിക്കാൻ തൃശ്ശൂരിൽ ഏറ്റവും അർഹനായ കോൺഗ്രസ് നേതാവ് അല്ലെങ്കിൽ മത്സരിപ്പിക്കേണ്ടത് TN പ്രതാപനാണെന്ന് കെ മുരളീധരൻ പറയുമ്പോൾ നമുക്ക് ചിലത് മനസ്സിലാകുമല്ലോ. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് അടക്കം ഇതേക്കുറിച്ച് വിശദീകരിക്കുന്ന കാര്യങ്ങൾ ശരിയായ ദിശയിലാണോ? ഇതിപ്പോൾ പ്രതിപക്ഷ നേതാവ് മാത്രമല്ലോ, KPCC പ്രസിഡന്റും പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഉൾപ്പെട്ട ജോസ് വള്ളൂരിന്റെ പേര് ഞാൻ വായിച്ച റിപ്പോർട്ടിലില്ല, അങ്ങനെ അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല എന്ന് KPCC പ്രസിഡന്റ് K. സുധാകരനും പറയുന്നുണ്ട്. അപ്പൊ ഈ റിപ്പോർട്ടല്ല ഒറിജിനൽ റിപ്പോർട്ട് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. അതുപോലെ തന്നെ ഈ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന KC ജോസഫും പറയുന്നു. പിന്നെ ഇതെങ്ങനെയാണ് ഇങ്ങനെ റിപ്പോർട്ട് ആര് സൃഷ്ടിച്ചു, അതെങ്ങനെ ഈ ചാനലിന്റെ കിട്ടി എന്നുള്ള ചോദ്യങ്ങൾ അവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് എനിക്ക് ഒത്തിരി ബഹുമാനമുള്ള 2 പേരാണ് ശ്രീ ജയചന്ദ്രനും അതുപോലെ തന്നെ ശ്രീ ലാൽകുമാറും. അവരെ ഇടതു നിരീക്ഷകരെന്നുള്ള നിലയ്ക്ക് അവർക്ക് ഇപ്പം ഈ പറഞ്ഞ രീതിയിൽ അങ്ങനെ അവരുടെ കാഴ്ചപ്പാട് രൂപീകരിക്കാനുള്ള എല്ലാ അവകാശവും. പക്ഷെ ഇവരെ 2 പേരെ അപേക്ഷിച്ച് കുറച്ചുകൂടി എനിക്ക് ഈ വിഷയത്തിൽ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്, ഞാനൊരു തൃശ്ശൂർക്കാരനാണ്. ഞാനിതിലൊരു വോട്ടറുമായിരുന്നു തൃശ്ശൂരിൽ. ഞാൻ ഒല്ലൂർ മണ്ഡലത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോയിന്റ് ബ്ലാങ്കിൽ ഈ കാഴ്ച കണ്ട ആളാണ്. നിങ്ങൾ കുറച്ചുകൂടി അകന്നു നിന്നാ കണ്ടത്. മാത്രമല്ല, ഈ പറയുന്ന ഇതിൽ ഉൾപ്പെട്ട നേതാക്കളുമായിട്ട് എനിക്ക് വ്യക്തിബന്ധമുള്ളവരാണ്. ഇപ്പൊ ജോസ് വള്ളൂരുമായിട്ടുണ്ട്, അതുപോലെ തന്നെ MP വിൻസെന്റുമായിട്ടുണ്ട്, TN പ്രതാപനുമായിട്ടുണ്ട്, അനിൽ അക്കരയായിട്ടൊക്കെ വളരെ എത്രയോ കാലമായിട്ട് ഞാൻ തൃശ്ശൂർ ജോലി ചെയ്ത് തുടങ്ങിയ കാലം മുതൽക്കുള്ള ഒരു വ്യക്തിബന്ധമാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഞാനത് എന്തുകൊണ്ട് പറയുന്നു എന്നുള്ളതല്ല, ഞാൻ 100% ഉറപ്പിച്ചു പറയുന്നു, കെ മുരളീധരൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയായപ്പോൾ ഏറ്റവും സന്തോഷിച്ച മനുഷ്യൻ TN പ്രതാപനായിരുന്നു. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, TN പ്രതാപന് ഉറപ്പായിരുന്നു TN പ്രതാപൻ തൃശ്ശൂരിൽ മത്സരിച്ചാൽ ഇപ്പോ സുരേഷ് ഗോപിക്ക് കുറെ പേര് വോട്ട് ചെയ്തത് അതൊരു പക്ഷെ സ്ട്രോങ് കോൺഗ്രസ് പ്രവർത്തകരായിക്കൊള്ളുന്നില്ല. അത് വേറെ ഇങ്ങനെ ചാഞ്ചാടി നിൽക്കുന്ന സ്വിംഗ് വോട്ടേഴ്സാണ് വോട്ട് ചെയ്ത് ജയിപ്പിച്ചത്. നേരെ മറിച്ച് TN പ്രതാപനാണ് മത്സരിച്ചതെങ്കിൽ അദ്ദേഹത്തെ തോൽപ്പിക്കുന്നത് കോൺഗ്രസ്സുകാരെ തന്നെയാണ് വോട്ട് ചെയ്ത് തോൽപ്പിക്കുമായിരുന്നത്. TN പ്രതാപന് ഏറ്റവും വലിയ എതിർപ്പ് കോൺഗ്രസ് പാർട്ടിക്കകത്ത് നിന്നായിരുന്നു.
മനസ്സിലായി ഞാനിത് ശ്രീ നേരിട്ട് ശ്രീ പൊടിപ്പാറ അതുകൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടി പുതിയ സാഹചര്യങ്ങളിലേക്ക് വന്നാൽ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ആ TN പ്രതാപൻ വീണ്ടും മണ്ഡലം തിരിച്ചു പിടിക്കട്ടെ എന്ന് കെ മുരളീധരൻ പറയുന്നതിൻ്റെ പൊരുൾ എന്താണ്? സംഘടനാ ദൗർബല്യങ്ങൾ ഉണ്ട് എങ്കിൽ സംഘടനാ ദൗർബല്യങ്ങൾ ഉണ്ട് എന്ന അതിൽ തർക്കമില്ല, രണ്ട് പക്ഷമില്ല. അപ്പോൾ പിന്നെ അതിൽ ഉത്തരവാദിത്വം ആർക്ക് എന്നുള്ളത് ഒരു അന്വേഷണ കമ്മീഷൻ കണ്ടെത്തണ്ടേ? അല്ലെങ്കിൽ പിന്നെ ആ കമ്മീഷൻ എന്തിനാണ്? ഞാൻ ഇതാണ് ചോദിച്ചു വന്നത്. അതാണ് പുതിയ സാഹചര്യം. ഞാൻ അതിന് ഉത്തരം പറയാം. അതായത് ഈ കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല തൃശ്ശൂരിൽ ഒരു പരിപാടിയിൽ TN പ്രതാപൻ പങ്കെടുത്ത ഒരു യോഗത്തിൽ പറഞ്ഞത് എന്താ? TN പ്രതാപൻ മത്സരിച്ചെങ്കിൽ ജയിക്കുമായിരുന്നു എന്നൊരു വാചകം പറഞ്ഞു. കെ മുരളീധരൻ സത്യത്തിൽ ഈ മറുപടിയിലൂടെ TN പ്രതാപൻ തന്നെ തൃശ്ശൂർ തിരിച്ചു പിടിക്കട്ടെ എന്ന് പറഞ്ഞത് പ്രതാപനുള്ള മറുപടിയല്ല. അത് സത്യത്തിൽ രമേശ് ചെന്നിത്തല TN പ്രതാപൻ നിന്നിരുന്നെങ്കിൽ ജയിച്ചേനെ എന്ന് പറഞ്ഞതിനുള്ള മറുപടിയാണ്. രമേശിന് മാത്രമായിട്ടുള്ള മറുപടിയാണോ? സർക്കാസ്റ്റിക് ആണത്. അതെ, ആ സർക്കാസ്റ്റിക് മറുപടി എന്നുള്ളത് രമേശിന് മാത്രമുള്ളതാണോ? തീർച്ചയായിട്ടും. എന്താ സംശയം? രമേശ് അല്ലാതെ വേറെ ആരെങ്കിലും പറയൂ TN പ്രതാപൻ തൃശ്ശൂരിൽ മത്സരിച്ചെങ്കിൽ ജയിച്ചേരെന്ന്? പറയാൻ പറ്റില്ല. തൃശ്ശൂരിൽ ഒരു കോൺഗ്രസ്സുകാരനോട് ചോദിച്ചാലും TN പ്രതാപൻ മത്സരിച്ചെങ്കിൽ ജയിക്കൂ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ്സുകാരനെങ്കിലും തൃശ്ശൂർ ഉണ്ടാകുമെന്ന് എനിക്ക് സംശയമാണ്. ആ ഒരു അവസ്ഥയിൽ TN പ്രതാപനിലൂടെ അത് വളരെ അതിന്റെ ഒരു വശം. മറുവശം ശ്രീ പൊടിപ്പാറ കെ മുരളീധരന്റെ മനസ്സിൽ അദ്ദേഹത്തെ കൊണ്ടു നിർത്തി തോൽപ്പിച്ചു, എടുക്കേണ്ട പണി നേതാക്കൾ എടുത്തില്ല എന്ന് പറയുന്നതിൽ ഒരു പേരായി അല്ലെങ്കിൽ മുൻപന്തിയിലുള്ള പേരായി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടുകൂടിയാവണ്ടേ? രമേശ് ചെന്നിത്തല ഒരു പൊതുവേദിയിൽ TN പ്രതാപനെ പുകഴ്ത്താൻ വേണ്ടി ഒരു വാചകം പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ കുറെ കൂടി ഷാർപ്പായി മുമ്പ് MJ ചന്ദ്രൻ പറഞ്ഞതുപോലെ കെ മുരളീധരൻ അങ്ങനെ ഈ സമയത്ത് പിക്ക് ചെയ്ത് പറയുകയാണ്. ഒരു ഭാഗത്ത് പ്രതിപക്ഷ നേതാവ് പറയുന്നു ഒരാളും ഒരു പ്രശ്നവുമില്ല, ഒരു പേരുമില്ല, ഞാൻ വായിച്ചതിൽ ഒരു പേരുമില്ല. തൊട്ടുപുറകെ കെ മുരളീധരൻ പറയുകയാണ് TN പ്രതാപനെ തന്നെ അങ്ങ് മത്സരിപ്പിച്ചോളൂ, മണ്ഡലം നമുക്ക് ഈസി ആയിട്ട് പിടിക്കാം എന്ന് പറഞ്ഞാൽ അതിലൊരു ഒരു ഒരു സാധനം കിടപ്പില്ലേ? ആ സാധനം എന്ന് പറയുന്നത് എന്താ? ഒന്നാം തരം ഈ പറഞ്ഞ ആക്ഷേപഹാസ്യമാണ്. ശരിക്കും സർക്കാസ്റ്റിക് ആണ്, ദ്വയാർത്ഥം. അത് ശരിക്കുള്ള നൂറുവട്ടം പൊളിറ്റിക്കലായി ഹൈലി പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പച്ച പരിഹാസം അത്. അതെ, ആ പരിഹാസത്തിന് പിന്നിൽ തന്നെ തോൽപ്പിച്ചവരുടെ മുഖം കൂടി ഓർത്തുകൊണ്ടാവില്ലേ എന്നാണ് പറയാം. പക്ഷെ ഞാൻ പറയാമെന്ന വേറൊരു കാര്യമുണ്ട്. ഓക്കെ, ശരത്ത്, ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കെ മുരളീധരൻ തൃശ്ശൂരിൽ വന്നപ്പോൾ യഥാർത്ഥത്തിൽ തൃശ്ശൂരിലെ കോൺഗ്രസ്സുകാർ ഒരുപാട് സന്തോഷിച്ചതാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്നതുകൊണ്ട് ഞാൻ പറയാണ്. സാധാരണ പ്രവർത്തകര് തൃശ്ശൂരിന് കൊള്ളാവുന്ന ഒരു നേതാവ് വരുന്നു. ഇവിടെ ഏതാണ്ട് ഒപ്പത്തിനൊപ്പമുള്ള കുറെ നേതാക്കൾ, ആർക്കും കാര്യമായ കരിഷ്മയോ അല്ലെങ്കിൽ ജനസ്വാധീനമൊന്നുമില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കേരള രാഷ്ട്രീയത്തിൽ കരുത്തനായ, ഒരുപക്ഷെ ഏറ്റവും നന്നായിട്ട് കോൺഗ്രസ് പൊളിറ്റിക്സിൽ ഏറ്റവും നന്നായിട്ട് പ്രസംഗിക്കുന്ന, കാര്യങ്ങൾ വിശകലനം ചെയ്യുന്ന ആ ഒരു വലിയ നേതാവ് തൃശ്ശൂരിലേക്ക് എത്തുന്നു എന്നുള്ള സന്തോഷം ഇവിടുത്തെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ടായിരുന്നു. അതൊരു വസ്തുതയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഈ പറഞ്ഞ നേതാക്കൾ കളിച്ചു തോൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ, ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന നേതാക്കൾക്ക് കെ മുരളീധരനെ വോട്ട് നഷ്ടപ്പെടുത്താൻ മാത്രം സ്വാധീനം ഉണ്ടെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ നേതൃത്വം വിചാരിച്ചാൽ, ഇതിൽ പലരും മത്സരിച്ചവരുമാണല്ലോ, അവരെ എവിടെയെങ്കിലും ജയിച്ചോ? അവർ എത്രമാത്രം വോട്ടിനാണ് ജയിച്ചത്? എൻ്റെ നിയോജകമണ്ഡലത്തിൽ 5000 വോട്ടിനും 6000 വോട്ടിനും ഒക്കെ ജയിച്ചുകൊണ്ടിരുന്ന LDF കഴിഞ്ഞ തവണ ജയിച്ച സ്ഥാനത്ത് 20,000 വോട്ടിനാണ് ഇതിലൊരാൾ തോറ്റത്. അപ്പൊ ഇവർക്കൊക്കെ എൻ്റെ ഒരു യുക്തിപരമായ ചോദ്യം, എൻ്റെ ഒരു യുക്തി എന്ന് ചോദിക്കുന്നത്, ഒരു ചോദ്യം ഞാൻ ഉന്നയിക്കുന്നത്, ഈ നേതാക്കൾ വിചാരിച്ചാൽ കെ മുരളീധരനെ തോൽപ്പിക്കാൻ മാത്രം ഒരു രാഷ്ട്രീയ സ്വാധീനം ജനങ്ങളിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ കൊടുക്കാൻ പറ്റും? ഒരുപക്ഷെ അതൊരു പോയിന്റ് കൂടിയാണ്. ഒരുപക്ഷെ ഈ പോയിന്റിലായിക്കൂടെ KC ജോസഫിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ ഈ നേതാക്കളെ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ടാവുക. എന്നാൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ തൃശ്ശൂരിൽ തന്നെ വളരെ ശക്തമായ ഒരു ചിന്താഗതിയുണ്ട്. ഈ നേതൃത്വം വേണ്ട രീതിയിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രവർത്തിച്ചിട്ടില്ല. എതിരായ ഘടകങ്ങളെ അതെ, പക്ഷേ തെരഞ്ഞെടുപ്പാണല്ലോ പരിശോധിക്കുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ എതിരായ ഘടകങ്ങളെ പരമാവധി അതിൻ്റെ തോത് കുറയ്ക്കുക എന്ന നിലയിൽ നേതൃത്വത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരുടെ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തിൽ അവർ പ്രവർത്തിച്ചിട്ടേയില്ല. അതൊരു രാഷ്ട്രീയ പരാജയമാണ്. എന്നാൽ വ്യക്തിപരമായി മുരളീധരനെ തോൽപ്പിക്കാൻ ഈ നേതാക്കളാരും പ്രവർത്തിച്ചിട്ടില്ല എന്നൊരു ചിന്താഗതിയിലേക്ക് ഒരുപക്ഷെ ആ റിപ്പോർട്ടിന് മാറാം. ആ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം അങ്ങനെയാകാം. ആ ഉള്ളടക്കം ഒരു പോയിന്റ് കൂടി പറഞ്ഞോട്ടെ. എന്താണ്?
അതായത് നമ്മൾ പലരും വിചാരിക്കുന്നത് പോലെ കെ കരുണാകരൻ കുടുംബത്തിന് തൃശ്ശൂർ ഒരു സേഫ് സോൺ അല്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ചരിത്രം എടുത്ത് പരിശോധിച്ചു. കരുണാകരൻ തന്നെ തോറ്റിട്ടുണ്ട്. രാഘവൻ എന്ന് പറയുന്ന അത്രയൊന്നും കരുണാകരനുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ വലിയ സ്റ്റാൾവാർട്ടൊന്നും അല്ലാത്ത ആ വ്യക്തിയോട് സാക്ഷാൽ കെ പക്ഷെ കരുണാകരൻ നാട്ടുകാർക്ക് ഭയങ്കര ബഹുമാനമുള്ളൊരു നേതാവായിരുന്നു അദ്ദേഹം, വി വി രാഘവൻ. തോറ്റ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അതെ. സാക്ഷാൽ കെ മുരളീധരൻ ഇതുപോലുള്ള പ്രതികൂല ഘടകങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ഓക്കെ എക്കാലത്തും കോൺഗ്രസ് ജയിച്ചിരുന്ന വടക്കാഞ്ചേരി മണ്ഡലത്തിൽ തോറ്റിട്ടുണ്ട്. ഓക്കെ. പത്മജ വേണുഗോപാൽ 2 തവണ തൃശ്ശൂർ മണ്ഡലത്തിൽ തോറ്റു, നിയമസഭാ മണ്ഡലത്തിൽ. ഞാൻ പറഞ്ഞു വരുന്നത് ഈ പറഞ്ഞ ആ കുടുംബത്തിന് തൃശ്ശൂർ അത്ര സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമല്ല. അവർ വിശ്വസിക്കുന്ന മറിച്ചാണെങ്കിലും നമ്മുടെ ഒരു രാഷ്ട്രീയ നിരീക്ഷണം കൊണ്ട് നമുക്ക് എത്തിച്ചേരാവുന്ന ഒരു നിഗമനം അവർ വിശ്വസിക്കുന്ന അത്രയും സേഫ് അല്ല, അത്രയും പിന്തുണ അവർക്കില്ല. ഇനി പിന്തുണ ഉണ്ട്, വളരെ സ്ട്രോങ് ആയിട്ട് അവരെ പിന്തുണയ്ക്കുന്നവരുണ്ട്, അതുപോലെ ഡെഡ് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നവരും ഉണ്ട്. അത് അവരുടെ പാർട്ടിക്ക്, ആ പാർട്ടിയിൽ തന്നെ. ഇതിലൊരു കാര്യം, അല്ലെങ്കിൽ അതർവൈസ് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ഈ കുടുംബത്തിലെ അംഗങ്ങളാണെങ്കിൽ വോട്ട് ചെയ്യില്ല എന്നൊരു കാര്യം കൂടി തൃശ്ശൂരിന്റെ ഏതായാലും തൃശ്ശൂരിൽ ജീവിക്കുന്ന, തൃശ്ശൂരിലെ വോട്ടറായിട്ടുള്ള ശ്രീ പൊടിപ്പാറ പറയുന്ന അത്തരം ചില കാര്യങ്ങൾക്ക് ഒരു ലിവറേജ് കൊടുക്കാം, ഒരു പരിഗണന പ്രത്യേകമായി കൊടുക്കാം. അതവിടെ നിൽക്കട്ടെ. ശ്രീ ലാൽകുമാർ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ 2 സാഹചര്യങ്ങൾ. ഒന്ന്, നേതൃത്വം ധരിക്കുന്നത് ആ റിപ്പോർട്ടിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് നേതാക്കൾക്ക് പങ്കില്ലാത്ത, എന്നാൽ മറ്റു ചില കാരണങ്ങളാൽ, പ്രതിപക്ഷ നേതാവ് അങ്ങനെയാണല്ലോ പറഞ്ഞു, മറ്റു കാരണങ്ങളാൽ കൊണ്ടുണ്ടായ പരാജയം. എന്നാൽ കെ മുരളീധരൻ്റെ ഉള്ളിൽ വളരെ ശക്തമായി തന്നെ അദ്ദേഹത്തെ ആ നിലയിൽ തോൽവിയിലേക്ക് നയിക്കും വിധത്തിലേക്കുള്ള നിഷ്ക്രിയത്വം, അതുപോലെ തന്നെ ഒരുപക്ഷെ അതിനുവേണ്ടിയും ആഗ്രഹിച്ചവരോ പ്രയത്നിച്ചവരോ ഉണ്ടാകാം. ഈ ചിന്തകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അത്ര ശക്തമായിട്ടുണ്ടോ? അതുകൂടി ചേർത്ത് വെച്ചാണോ കെ മുരളീധരൻ പറയുന്നത് താൻ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പാടില്ലായിരുന്നു, നേതാക്കൾ പറഞ്ഞപ്പോൾ അങ്ങനെ മണ്ഡലം മാറാൻ പാടില്ലായിരുന്നു, അത് തനിക്ക് പറ്റിയ തെറ്റാണ് എന്ന് മുരളീധരൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്? ഈ ഒരു ചിന്താഗതി കൂടി ഉള്ളതുകൊണ്ടാണ്. പക്ഷേ നേതൃത്വം ചിന്തിക്കുന്നത് മറുവഴിക്കാണ്. അതുകൊണ്ടാണിപ്പോൾ പ്രതാപൻ്റെ പേരും അല്ലെങ്കിൽ അനിലക്കരയുടെ പേരും അതുപോലെ വള്ളൂരിൻ്റെ പേരും MP വിൻസെൻറ്റിൻ്റെ പേരും ഒക്കെ മാധ്യമങ്ങളിൽ വന്നപ്പോൾ അങ്ങനെ പേരുകളില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. 2 തരത്തിൽ നിന്നാണോ ഇവർ ഈ തോൽവിയുമായി ബന്ധപ്പെട്ട കാരണങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഞാൻ ആ ചോദ്യത്തിന് മറുപടി പറയാം. അതിനു മുമ്പ് പൊടിപ്പാർ സാർ പറഞ്ഞ 1-2 കാര്യങ്ങൾ കൂടെ മറുപടി പറയണമെന്ന് എനിക്ക് തോന്നുന്നു. പൊടിപ്പാർ സാർ പറഞ്ഞ തൃശ്ശൂരിനെ കുറിച്ചുള്ള താങ്കൾ രാഷ്ട്രീയ തൃശ്ശൂരിനെ കുറിച്ചുള്ള ധാരണ എനിക്കില്ല, അഡ്മിറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. സാറ് പറഞ്ഞതിനകത്തെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്, അതിനൊരു ഇന്നർ കോൺഫ്ലിക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ഉണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റുകൾക്കെല്ലാം. ഈ പറയുന്ന കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് വരുന്നു, വടകരയിൽ നിന്ന് വരുന്നു. വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് വരുന്ന കെ മുരളീധരനെ അവിടുത്തെ കോൺഗ്രസ് വെൽക്കം ചെയ്തു എന്നാണ് പറയുന്നത്. അതേ സ്ഥാനത്ത് താങ്കൾ തന്നെ പറഞ്ഞ വരിയിൽ കൂടെ കെ കരുണാകരൻ്റെ കുടുംബത്തിന് തൃശ്ശൂർ ഒരു സേഫ് ബെറ്റും അല്ല എന്ന് പറയുന്നു. അത് തന്നെ കോൺഫ്ലിക്റ്റിംഗ് ആയില്ലേ? യഥാർത്ഥത്തിൽ കെ കരുണാകരൻ്റെ കുടുംബത്തിലുള്ള ഒരാൾ തൃശ്ശൂർ നിന്നാൽ ജയിക്കാൻ സാധ്യതയില്ല എങ്കിൽ, ഈ തരംഗത്തിൽ പോലും ജയിക്കാൻ സാധ്യതയില്ല എന്ന് കോൺഗ്രസിന് ധാരണയുണ്ട് എങ്കിൽ, കോൺഗ്രസ് ഇപ്പം താങ്കൾ മാധ്യമപ്രവർത്തനാണ്, രാഷ്ട്രീയം വ്യക്തമായി പറയുന്നതാണ്, അങ്ങനെ ഒരാൾക്ക് പോലും ധാരണയുള്ള സ്ഥിതിക്ക് കോൺഗ്രസ്സുകാർക്ക് എന്തുകൊണ്ട് ആ ധാരണ വന്നില്ല? അപ്പം മുരളീധരനെ അവിടെ കൊണ്ട് നിർത്തി തോപ്പിക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ പ്ലാൻ ഉണ്ടായിരുന്നു എന്നൊരാൾ വിമർശിച്ചാൽ ആ വിമർശനം എങ്ങനെ തെറ്റാവും? കാര്യം താങ്കളുടെ വാക്കുകളിൽ കൂടെ തന്നെ താങ്കൾ പറഞ്ഞത് കരുണാകരൻ്റെ കുടുംബത്തിന് അവിടെ വലിയ സേഫായിട്ടുള്ള ഒരു മണ്ഡലം അല്ല തൃശ്ശൂർ. അത് മാത്രമാണ് ഞാൻ എടുത്തത്. 1. 2, ഇവിടെ വന്ന അടുത്തൊരു വിഷയം എന്താണ്? മറ്റ് നേതാക്കന്മാർക്കൊക്കെ അവിടെ നിന്ന് ജയിക്കാൻ പറ്റിയില്ലല്ലോ, കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് അവിടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷന് ജയിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ആർഗ്യുമെൻ്റ് അദ്ദേഹം ഉന്നയിച്ചു. ഞാനിതെല്ലാം റെസ്പെക്ട്ഫുള്ളി പറയുന്നത് കേട്ടോ, ഞാൻ ഡിസഗ്രി ചെയ്യുന്നതേ ഉള്ളൂ, എനിക്കങ്ങനെ വഴക്കൊന്നുമില്ല അദ്ദേഹമായിട്ട്. ഈ പറയുന്ന ഒരാൾ ഒരു നിയമസഭാ അംഗം ആകാൻ ശ്രമിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരൻ നേതാവ് എക്സ് എന്നെടുക്കുക. അയാൾ വിചാരിച്ചാൽ ജയിക്കാൻ പറ്റണമെന്നില്ല, പക്ഷെ അയാൾ വിചാരിച്ചാൽ തോപ്പിക്കാൻ പറ്റും. രണ്ടും രണ്ടാണ്. ഞാൻ വിചാരിച്ചാൽ ഒരു മണ്ഡലത്തിൽ ജയിക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ വിചാരിച്ചാൽ എൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാളെ തോപ്പിക്കാൻ പറ്റും. കാര്യം എൻ്റെ വോട്ട് ഉൾപ്പെടെ അപ്പുറത്ത് പോവുകയാണെങ്കിൽ ഇഫക്റ്റ് 2. കാര്യം ഇത്രയും നാളും കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് അപ്പുറത്തോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ ഇഫക്റ്റ് 2 അല്ലേ? അപ്പം ജയിപ്പിക്കാൻ പറ്റുന്നതും തോപ്പിക്കാൻ പറ്റുന്നതും രണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവർ ജയിച്ചോളണമെന്നില്ല, പക്ഷേ ഒരു ലോക്കൽ നേതാവ് വിചാരിച്ചാൽ ചിലപ്പോൾ തോപ്പിക്കാൻ പറ്റും.
ഒരു ലോക്കൽ നേതാവ് വിചാരിച്ചാൽ തന്നെ തോൽപ്പിക്കാൻ പറ്റും. അങ്ങനെ കൃത്യമായ ഒരു ഇടപെടൽ അവിടെ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2. 3, ഇവിടെ വന്ന അടുത്തൊരു വിഷയം എന്താണ്? കോൺഗ്രസിൻ്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ്. റിപ്പോർട്ട് പുറത്തു വരുന്നു. ശരത്തിയേട്ടന് തോന്നുന്നുണ്ടോ കോൺഗ്രസ് ഒരു ഇലക്ഷൻ അനാലിസിസ് നടത്തി അതിനകത്ത് 4 പേരുടെ പേര് ഇന്ന ആൾക്കാർ തെറ്റുകാരാണെന്ന് പറയാനുള്ള നട്ടല് ആ പ്രസ്ഥാനത്തിന് ഇപ്പോൾ ഉണ്ടെന്ന്, ഞാൻ വ്യക്തിയെക്കുറിച്ചല്ല പറഞ്ഞത്, ആ പ്രസ്ഥാനത്തിന് ഇപ്പോൾ ഉണ്ടെന്ന് ശരത്തിയേട്ടൻ കരുതുന്നുണ്ടോ? ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു ഇല്ല. കാര്യം തൃശ്ശൂർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ഗ്രീൻ പാസ്റ്ററായിട്ട് നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. ഗ്രീൻ പാസ്റ്ററാണെന്ന് എനിക്കൊരു സംശയമില്ല കാര്യത്തിൽ. അങ്ങനെ നിൽക്കുന്നൊരു മണ്ഡലത്തിൽ ഇവർ 4 പേരുടെ പേര് എഴുതി വെച്ചിട്ട്, ഒരു DCCയിലെ 4 പേര് എഴുതി വെച്ചിട്ട് അവരുടെ കാര്യം പറയുകയാണ്. ഇന്ന ആൾക്കാരോട് ചേർന്നാണ് ഈ പറയുന്ന കെ മുരളീധരനെ തോൽപ്പിക്കുന്നതിനകത്ത് വലിയ പങ്ക് വഹിച്ചു എന്ന് പറഞ്ഞാൽ അവർ നാളെ BJPയിലാണ്. എഴുതി വെച്ചോ? ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഇവർ പേരെഴുതാത്തതിന് എല്ലാവർക്കും റെസ്പോൺസിബിലിറ്റി കൊടുക്കുമല്ല, പേരെഴുതാത്തത് പേടിച്ച ഞാൻ അങ്ങനെ അതിനെ കണക്കാക്കുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഇതിനകത്ത് എല്ലാവരും മൊത്തത്തിൽ പെർവേഡ് ചെയ്ത് കിടന്ന ഒരു പ്രോബ്ലത്തിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ് ഈ റിപ്പോർട്ടിനകത്ത് പേര് പരാമർശിക്കാത്തത് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല എന്നാണ് ഞാൻ പറയുന്നത്. പേര് പരാമർശിക്കാത്തത്, പേര് പരാമർശിച്ചാൽ ഇവർ വരിയായിട്ട് ഈ പേര് പറഞ്ഞവനൊക്കെ അപ്പുറത്ത് പോയി ചേരും. അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാകരുത് എന്ന് വ്യക്തമായി BJPയിലോട്ട് പോകാനുള്ള സാധ്യത അവർ സീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നല്ല കാര്യമാണ് കേട്ടോ, ഞാൻ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. കാര്യം ഇവിടുന്ന് 10 പേര് കോൺഗ്രസിൽ നിന്ന് 10 പേര് BJPയിലോട്ട് പോയിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവും സാധിക്കാനില്ല. ഒറ്റ പോയിന്റ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട് നോക്കൂ, കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇപ്പോൾ VD സതീശനോട് ഏറ്റവും കൂടുതൽ മത്സരിക്കുന്നത് CPM-ൽ നിന്ന് ഒരാളോ ഒന്നുമല്ല, രമേശ് ചെന്നിത്തലയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഏറ്റവും കൂടുതൽ VD സതീശനെതിരായിട്ട് രാഷ്ട്രീയം പറയുന്ന രീതിയിൽ CPM-നെതിരെ രാഷ്ട്രീയം പറയുന്നത്. ഞാനാണ് ഇവിടുത്തെ ആൾ എന്ന് സ്ഥാപിക്കത്തക്ക രീതിയിൽ രാഷ്ട്രീയ കേരളത്തിന് ധാരണ ഉള്ള ഒരാളായി രമേശ് ചെന്നിത്തല മാറിയിരിക്കുന്നു. ആ രമേശ് ചെന്നിത്തലയുടെ അനാലിസിസ് അനുസരിച്ച് പ്രതാപൻ നിന്നിരുന്നെങ്കിൽ ജയിച്ചേനെ എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. അതിനെ നെഗേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സർക്കാസ്റ്റിക്കായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പോയിന്റ് റൂൾ ഔട്ട് ചെയ്യാനായിട്ട് കെ മുരളീധരൻ ശ്രമിക്കുന്നതെന്നാണ് പൊടിപ്പാർ സാർ പറഞ്ഞത്. അങ്ങനാണെങ്കിൽ രാഷ്ട്രീയ കേരളത്തെക്കുറിച്ച് തൃശ്ശൂരിനെ കുറിച്ച് ഈ ഇപ്പുറത്തിരിക്കുന്ന ലാൽകുമാറിന് അറിയുന്നതിൻ്റെ അത്രയും പോലും രമേശ് ചെന്നിത്തലയ്ക്ക് അറിയത്തില്ല എന്നുള്ളൊരു കാര്യം കൂടെ അവിടെ വരികയല്ലേ. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്ന മനുഷ്യൻ അവിടെ ഇനിയും പ്രതാപം നിന്നാൽ ജയിക്കും എന്ന് പറഞ്ഞ ആ പ്രസ്താവനയെ യഥാർത്ഥത്തിൽ കെ മുരളീധരൻ കാണുന്നത് സർക്കാസ്റ്റിക്കായിട്ടാണെങ്കിൽ രാഷ്ട്രീയ കേരളത്തിൽ തൃശ്ശൂരിൻ്റെ മണ്ഡലം എന്ന് പറയുന്നതിനെ കുറിച്ച് മുൻ പ്രതിപക്ഷ നേതാവിന് ഒരു ധാരണയില്ലാത്ത ഒരാളാണെന്ന് പറയണ്ടേ? അങ്ങനെ ധാരണയില്ലാത്തവരായ ഇവരെല്ലാം കൂടെ കൂട്ടിച്ചേർന്ന് നിന്ന് ഈ പറയുന്ന സ്ഥാനാർത്ഥികളെ നിർജയിച്ചതിന്റെ പ്രശ്നം മാത്രമാണിത്. ഇതാണ് സത്യസന്ധമായ കാര്യം. ഇതിന് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, വോട്ടിന്റെ കാര്യം ഞാൻ ഒന്നുകൂടെ പറയാം. വോട്ട് CPM-ൽ നിന്ന് ഒരാൾ അപ്പുറത്ത് വോട്ട് ചെയ്തിട്ടില്ല എന്ന് ഞാനൊരു വാദം മുന്നേറ്റി വെച്ചിട്ടില്ല, ഉറപ്പായിട്ടും വെച്ചിട്ടുണ്ടാവും. പക്ഷെ CPI എന്ന് പറയുന്ന പാർട്ടി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന പാർട്ടി, ആ പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിനെ ബാലൻസ് ചെയ്യാനും അതിനെക്കാട്ടിലും കൂടുതൽ പിടിക്കാനും 16,000 വോട്ട് എന്നുള്ളൊരു നമ്പറാണ് ഇവിടെ ജയചന്ദ്രൻ സാർ പറഞ്ഞത്. അത്ര വോട്ട് കൂടുതൽ പിടിക്കാൻ പറ്റിയെങ്കിൽ അത് അവരുടെ വിജയമാണ്. അതുകൊണ്ടല്ല CPM-ഓ CPI-യോ കാരണം അല്ല യഥാർത്ഥത്തിൽ അവിടെ BJP ജയിക്കുന്നത്, അത് കോൺഗ്രസിന്റെ പങ്കാണ് എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഞാനിവിടെ ശ്രീ ജയചന്ദ്രൻ, നമ്മളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാട്ടിയ ചില ദൃശ്യങ്ങൾ ഞാനിങ്ങനെ നോക്കുകയായിരുന്നു. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുരളീധരൻ്റെ തോൽവിക്ക് ശേഷം അവിടെ പൊരിഞ്ഞ അടി നടന്നു, അത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു. അതുപോലെ തന്നെ അവിടെ പതിച്ച പോസ്റ്ററുകൾ നമ്മൾ കണ്ടു. അതിൽ എഴുതിയിരുന്നൊരു പോസ്റ്റർ അനിലക്കരയെ വിളിക്കൂ, കോൺഗ്രസിനെ ഒറ്റിക്കൊടുക്കൂ എന്നാണ്. അക്കാലത്ത് MP വിൻസെൻ്റ് UDF ചെയർമാൻ സ്ഥാനം രാജിവെക്കണം. ഇത് പതിച്ചതൊക്കെ DCC ഓഫീസിന് മുമ്പിലാണ്. ഇന്നിപ്പോൾ അനിലക്കര പറയുന്നത് അദ്ദേഹം DCC പ്രസിഡൻ്റ് ആവാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരം ചില വാർത്തകളൊക്കെ പുറത്തു വരുന്നത്. ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ തന്നെയാണ് മാധ്യമങ്ങളിൽ വന്ന ഈ റിപ്പോർട്ട് അദ്ദേഹത്തിന് കൈമാറി കൊടുത്തത്. ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് ഈ നാട്ടിൽ, ശ്രദ്ധിച്ചോളൂ, സൂക്ഷിച്ചോളൂ എന്നായിരിക്കാം, മനസ്സിലായിട്ടില്ല എനിക്ക് എന്ന് പറഞ്ഞ് അത് അങ്ങനെ ഇന്ന് അനിലക്കര പറയുന്നൊരു സാഹചര്യം നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കാൻ വന്നത്, ഇപ്പോൾ ഈ KC ജോസഫ് പോയി അന്വേഷിച്ച ഒരു റിപ്പോർട്ട് KPCCക്ക് കൊടുത്തിട്ടുമുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ഇങ്ങനെ പോസ്റ്റർ എഴുതി വെച്ച് തൃശ്ശൂരിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ മുരളീധരൻ്റെ തോൽവിയുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കകത്ത് വളരെ ശക്തമായ പ്രശ്നങ്ങളുണ്ട്. പാർട്ടിക്കാർ തന്നെ പാലം വലിച്ചു, നേതാക്കൾ തന്നെ വാരി തോൽപ്പിച്ചു എന്ന് ചിന്തിക്കുന്ന വളരെ ശക്തമായൊരു പൊതുവികാരം നിൽക്കെ അതിനെ ഏതെങ്കിലും തരത്തിൽ അഡ്രസ്സ് ചെയ്യുന്നതായി ഇതുവരെ പുറത്തു വന്ന വിവരങ്ങൾ വെച്ച് ആ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് മാറുന്നുണ്ടോ ശ്രീ ജയചന്ദ്രൻ? ഈ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ
അടിസ്ഥാന വൈരുദ്ധ്യം അല്ലെങ്കിൽ വൈചിത്ര്യം എന്ന് തന്നെ പറയാവുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ സാർ? അതായത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ശ്രീ പൊടിപാറ പറഞ്ഞതിനും എതിരാണ് ഇനി പറയുന്ന കാര്യം. തെരഞ്ഞെടുപ്പ് കാലത്ത് പിന്നെ കോൺഗ്രസ്സിന് ഇത് സംബന്ധിച്ച സർവേ സമിതികൾ ഉണ്ടായിരുന്നല്ലോ. ആറ്റിങ്ങൽ, മാവേലിക്കര, ആലത്തൂർ 3 മണ്ഡലങ്ങളിലാണ് പരാജയ സാധ്യത പറഞ്ഞിരുന്നത്. തൃശ്ശൂർ അങ്ങനെ ഒരു സാധ്യതയും ഈ പറയുന്ന സമിതികൾ, വിലയിരുത്തൽ സമിതികളെന്നോ അല്ലെങ്കിൽ പിന്നെ മറ്റെന്തെങ്കിലും പേരോ ഇട്ടോളൂ, അതാരുടെ നേതൃത്വത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സംഘങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ ലക്ഷ്യമിട്ട് കേരളത്തിൽ പല മണ്ഡലങ്ങളിലും കറങ്ങുന്നുണ്ടല്ലോ. അതുതന്നെ അപ്പോൾ ഈ 3 മണ്ഡലങ്ങളുടെ പേരിൽ തൃശ്ശൂരില്ല എന്ന് മാത്രമല്ല, പ്രതാപനോട് വിജയസാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ഈ AICCയുടെ ചാരസംഘം റിപ്പോർട്ട് കൊടുത്തിരുന്നതും. പിന്നെ എങ്ങനെയാണ് പ്രതാപൻ മാറ്റപ്പെടുന്നു, മുരളീധരൻ വരുന്നു, തോൽക്കുന്നു, ഈ പ്രശ്നങ്ങൾ വരുന്നത്? അപ്പോൾ അത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട വളരെ ആഴത്തിലുള്ള സംഘടനാപരമായ പ്രശ്നങ്ങളായിട്ട് തന്നെയാണ് കാണേണ്ടത്. അത് നമ്മുടെ മുമ്പിൽ അങ്ങനെയാണ് അത് നിൽക്കുന്നത്. അതല്ലാതെ തൃശ്ശൂർ പിന്നെ ഇദ്ദേഹത്തിന് പ്രതാപന് സാധ്യതയില്ലായിരുന്നു എന്നാണ് പൊടിപാറ പറയുന്നത്. അങ്ങനെ ഒരു റിപ്പോർട്ട് എവിടെയെങ്കിലും അക്കാലത്തോ പിന്നീടോ ചർച്ച ചെയ്യപ്പെട്ടതായിട്ട് എൻ്റെ അറിവില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകമായി പറഞ്ഞത്. പിന്നെ അതിൻ്റെ പ്രചരണം അതിൻ്റെ തുടക്കത്തിൽ അതിൻ്റെ എല്ലാ തീവ്രതയോടും കൂടി പ്രതാപൻ ഏറ്റെടുക്കുകയും പെട്ടെന്നൊരു രാത്രിയിൽ അറിയിപ്പ് വരികയാണ്, സ്ഥാനാർത്ഥി മുരളീധരനാണ്, ഷാഫിയാണ് വടകരയിൽ, തൃശ്ശൂർ മുരളീധരൻ വരുന്നു, അപ്പോൾ ഇദ്ദേഹം ഔട്ട്. അപ്പം തൊട്ട് അടുത്ത ദിവസം തന്നെ മുരളീധരൻ ലാൻഡ് ചെയ്യുന്നു. ഇദ്ദേഹം അവിടുത്തെ പ്രചാരണ ചുമതലയുടെ മേധാവിയുമാവുന്നു പ്രതാപൻ. ബാക്കിയുള്ള എല്ലാവരും അഞ്ചക്കരയുള്ള ഉൾപ്പെടെയുള്ളവർ കൂടെയുമുണ്ട്. അതങ്ങനെയാണല്ലോ പിന്നീട് ആ തേരോട്ടം വരുന്നത്. പിന്നീട് എങ്ങനെയാണ് ഇത് ഒലിച്ചു പോയത് എന്ന് നോക്കുമ്പോൾ അതിൻ്റെ മറുപടി വരുന്നത് എവിടുന്നാണ്? ആദ്യം വരുന്നത് ഈ കെ മുരളീധരൻ തന്നെയാണ്. എങ്ങനെയാണ്? തോൽവി കഴിഞ്ഞ് മൂന്നാം ദിവസമോ 4-ാം ദിവസമോ ഇദ്ദേഹം പറയുന്നു 55,000 വോട്ട് ഇവിടെ BJPക്കാർ ചേർത്തു സുരേഷ് ഗോപിക്ക് വേണ്ടി. കഴിഞ്ഞ 1.5 കൊല്ലം കൊണ്ടാണ് ചെയ്തത്. പിന്നെ കോൺഗ്രസ് പാർട്ടിക്കാർ എന്ത് ചെയ്യുകയായിരുന്നു ഇവിടെ? ചോദിക്കുന്നത് സ്ഥാനാർത്ഥിയായി തോറ്റ മുരളീധരൻ തന്നെയാണെന്ന് ഓർക്കണം. അപ്പം തോറ്റത് ഈ പറയുന്ന 84,000-ത്തിനാണ്. അല്ല, വോട്ട് നഷ്ടപ്പെട്ടത്, തോൽവി 75,000-ത്തിനുമാണ്. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ എന്താണ് കാണുന്നത്? എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ വോട്ട് പോയതെന്നുള്ളതിനെ സംബന്ധിച്ച് മുരളീധരന് വ്യക്തമായ ധാരണയുണ്ട്. പക്ഷേ മുരളീധരൻ എത്ര ധാരണയുണ്ടായിട്ടും അദ്ദേഹത്തെ ഒന്ന് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് KPCCയോ AICCയോ ഒരു താല്പര്യവും കാണിക്കുന്നില്ല. അദ്ദേഹം ഇങ്ങനെ ഒഴുകി നടക്കുന്ന ഒരാളായിട്ട് ഇപ്പോഴും ഇങ്ങനെ നടക്കുകയാണ്. ഈ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അവിടെ പാലക്കാട് കൊണ്ടുവന്ന് ജയിപ്പിക്കുന്നതിന് പകരം എന്തുകൊണ്ടാണ് മുരളീധരനെ കൊണ്ടുവരാതിരുന്നത് എന്ന ചോദ്യം ആ സമയത്ത് കോൺഗ്രസ്സുകാരിൽ നിന്ന് ഉയർന്നിരുന്നല്ലോ. ചില ചർച്ചകൾ ഞാനും അത് സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റാണ്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നിന്ന് തോറ്റ ആളാണെന്ന് ഓർക്കണം. ആ ആളിന് തൊട്ടപ്പുറത്ത് ആലത്തൂർ തോറ്റ സ്ഥാനാർത്ഥിക്ക് ചേലക്കരയിൽ അവസരം കൊടുത്തു. പക്ഷേ പാലക്കാട്ട് തൃശ്ശൂർ തോറ്റ കാൻഡിഡേറ്റിന് അവസരമില്ല. അത്തരം കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. മുരളീധരനാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഓർത്തോളണേ പലപ്പോഴും നിരീക്ഷിച്ച കാര്യങ്ങളിൽ തന്നെ അതുണ്ട്. അതായത് നേതൃത്വത്തിന് അത്രമേൽ സ്വീകാര്യനല്ല കെ മുരളീധരൻ എന്നുള്ളത് തന്നെയാണ്. നേതൃത്വത്തിൽ ഇപ്പോൾ VD സതീശനാവട്ടെ, ഷാഫി പറമ്പിലാകട്ടെ, ആ ടീമിനകത്ത് ഏറ്റവും ജെല്ലായി നിൽക്കുന്ന, അവരെ ഏറ്റവും അധികം ഉയർത്തിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നയാളാണ് രാഹുൽ മാങ്കൂട്ടം. അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടം അവിടേക്ക് പോയി ആ കോമ്പിനേഷനകത്ത് സ്ഥാനാർത്ഥിയാകുന്നു. ആ നിലയിൽ MLA ആയി നിയമസഭയിലെത്തുന്നു. കെ മുരളീധരൻ ആ നിലയിൽ ഇപ്പോഴത്തെ നേതൃത്വത്തിന് സ്വീകാര്യനല്ല. താങ്കൾ നേരത്തെ പറഞ്ഞ നിരീക്ഷണത്തെ ശരിവെക്കുന്നത് കൂടിയാണ്. ഈ ചർച്ച പൂർത്തിയാക്കും മുമ്പ് കെ മുരളീധരൻ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി ഒന്ന് കേൾക്കേണ്ടതുണ്ട്. ഒന്ന് വേഗം വരാം കണ്ടിട്ട്. അതായത് ഇപ്പോഴും ഈ ചാതുർവർണ്ണയത്തിൻ്റെ ചില സ്വഭാവങ്ങൾ കേരളത്തിലുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് സുരേഷ് ഗോപിയുടെ പ്രസ്താവന. പിന്നോക്ക സമുദായത്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഉന്നത കുലജാതൻ, അത് ഫോർവേഡ് കമ്മ്യൂണിറ്റി എന്നല്ല പറയുന്നത്, ഫോർവേഡ് കമ്മ്യൂണിറ്റി ആയാലും കാര്യമില്ല, ഉന്നത കുലജാതനായിരിക്കും. എന്താണ് ഈ ഉന്നത കുലജാതൻ എന്നുള്ളത് മനസ്സിലാവുന്നില്ല.
എല്ലാവരും അന്തസ്സും അഭിമാനത്തോടും കൂടി തന്നെയാണ് എല്ലാ സമുദായക്കാരും ജീവിക്കുന്നത്. അവിടെയാണ് ഇമാതിരി പ്രസ്താവന. രണ്ടാമത്തത് ജോർജ് കുര്യൻ്റെ. അദ്ദേഹം വന്ന് ഭിക്ഷാപാത്രമായിട്ട് മോഡിയുടെ മുമ്പിൽ ചെന്നാൽ വല്ലതും ചില്ലറയിലിട്ട് തരാമെന്നാണ് പറയുന്നത്. ഇത് രണ്ടും കേരളത്തിന് അവമാനിക്കലാണ്. ഈ രണ്ട് പേരും കേരളത്തിൻ്റെ ശാപമായിട്ട് മാറിയിരിക്കും. എന്താണെന്ന് എനിക്കറിയില്ല. ഞാനുള്ള സമയത്തൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് സമരം നടത്തിയിരുന്നത്. ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് എനിക്കറിയില്ല. ശ്രീ പൊടിപ്പാറ, ഇതാണ് പ്രശ്നം. അതായത് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നതിന് കുറച്ചുകൂടി പുതിയൊരു സാഹചര്യമാണ്. അതായത് രമേശ് ചെന്നിത്തല പറയുന്നു ടി എൻ പ്രതാപൻ മത്സരിച്ചാൽ തൃശ്ശൂർ ഇങ്ങി പോരും, പരിഹസിച്ചുകൊണ്ട് അതെ പ്രതാപൻ മത്സരിച്ചാൽ മതി ഇങ്ങി പോരും എന്ന് പരിഹാസത്തോടെ പറഞ്ഞും വെക്കുന്നു. പക്ഷേ എന്താണ്, അതാത് കാലത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങളോട്, സാമൂഹ്യ പ്രശ്നങ്ങളോട് ഉത്തരവാദിത്തത്തോടെ രാഷ്ട്രീയ നേതൃത്വം ഇടപെടണം. ഈ രണ്ട് കേന്ദ്രമന്ത്രിമാരുടെ കാര്യത്തിൽ ഇപ്പോൾ കാഴ്ചവെക്കുന്ന മൗനം എന്നുള്ളതുകൂടി വാർത്തകളിൽ വളരെ സജീവമായി UDF നേതൃത്വം, വിശേഷിച്ച് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ കെ മുരളീധരൻ പറഞ്ഞല്ലോ, മുൻപ് അദ്ദേഹത്തിൻ്റെയൊക്കെ കാലത്ത് സംയുക്തമായി വളരെ ശക്തമായി അതിനെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ട് ദില്ലിയിലടക്കം. അതുണ്ടാകുന്നില്ല. അപ്പോൾ ഏറ്റെടുക്കേണ്ട രാഷ്ട്രീയം, ഉത്തരവാദിത്വം അത് ഏറ്റെടുക്കാതിരിക്കുന്ന ഒരു പ്രശ്നം കൂടി തൃശ്ശൂരിൻ്റെ അടക്കം കാര്യങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം കാട്ടുന്നില്ലേ? രണ്ട് കേന്ദ്രമന്ത്രിമാർ വളരെ ശക്തമായി, മുമ്പ് പറഞ്ഞതുപോലെ വളരെ ശക്തമായി തന്നെ ടേക്കപ്പ് ചെയ്യേണ്ട വിഷയങ്ങളിൽ പോലും കാട്ടുന്ന ഒരു പിന്നോട്ട് വലിയലുണ്ട്. വേണമെങ്കിൽ അങ്ങനെ പറയാം. കുറച്ചുകൂടി ശക്തമായിട്ട് ആക്രമിക്കേണ്ടതുണ്ടായിരുന്നു എന്നുള്ളത് അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അത്രയും നിരുത്തരവാദപരമായ പ്രസ്താവനകളാണ്. അത്ര മാത്രമല്ല, തിരുവഞ്ചൂരൊക്കെ രക്ഷകനായി വാഴ്ത്തിയതാണ് നിയമസഭയ്ക്കകത്ത്. ഇതിലൊരു ഉന്നതകുലജാതിനുള്ള പ്രയോഗം ഉണ്ടല്ലോ, അതൊക്കെ കുറച്ച് നമുക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റില്ല. അങ്ങനെയൊക്കെ എങ്ങനെയാണ് പറയാൻ കഴിയുന്നത്? അപ്പൊ അത് പോട്ടെ. എനിക്ക് ഈ രണ്ടുപേരും നേരത്തെ പറഞ്ഞതിന് ഒരു മറുപടി പറയാനുണ്ട്. ഒന്ന്, ഞാൻ പറഞ്ഞ കോൺട്രഡിക്ടറി ആണെന്ന് ലാല് പറയുന്നത് ഒരു പരിധി വരെ ഒറ്റ നോട്ടത്തിൽ കോൺട്രഡിക്ടറി ആയിട്ട് തോന്നാം. പക്ഷെ അതിനകത്തൊരു ചരിത്രമുണ്ട്, തൃശ്ശൂരിന്റെ ചരിത്രം. ഒന്ന് ചുരുക്കി വേണം. ഈ പാർട്ടി പ്രവർത്തകരുടെ വോട്ട് കൊണ്ട് മാത്രം ഒരു പാർട്ടിയും ജയിക്കില്ലല്ലോ. ജയിക്കുന്നത് പലപ്പോഴും സ്വിംഗ് ചെയ്യുന്ന വോട്ടർമാരുടെ വോട്ട് കൊണ്ടാണ്. ആ വോട്ടർമാരെ എങ്ങനെ ചിന്തിച്ചു എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. കെ മുരളീധരൻ വരുന്നതിൽ കോൺഗ്രസ് പാർട്ടിയും ആ പാർട്ടിയുടെ പ്രവർത്തകരും സന്തോഷിച്ചിരുന്നു. പക്ഷെ ആ പാർട്ടിക്ക് കാലങ്ങളായി വോട്ട് ചെയ്തിരുന്നവർക്ക് അത്രയും സന്തോഷം തോന്നിയോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഒരു കാര്യം കൂടി ശ്രീ ജയേന്ദ്രൻ സാർ പറഞ്ഞതിന് ഒരു മറുപടിയാണ് ഞാൻ പറയുന്നത്. അതായത് അദ്ദേഹം പറഞ്ഞു, ഈ പറഞ്ഞ പോലെ പ്രതാപനാണെങ്കിൽ ജയിക്കുമെന്ന് മുമ്പ് നടത്തിയ സർവേകളിലൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ അതിനുശേഷം കെ മുരളീധരൻ തൃശ്ശൂരിൽ മത്സരിച്ചപ്പോൾ നടത്തിയ സർവേകളിലും ചില ചാനലുകൾ, പ്രമുഖ ചാനലുകളുടെ സർവേയിലും കെ മുരളീധരൻ ജയിക്കുമെന്ന പ്രവചനം ഉണ്ടായിരുന്നു. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? മാത്രമല്ല, കെ മുരളീധരൻ സ്വയം വിശ്വസിച്ചിരുന്നതും ചെറിയ വോട്ടിനെങ്കിലും ജയിക്കുമെന്നാണ്. അതുകൊണ്ടാണ് ആ റിസൾട്ട് വരാൻ 2 ദിവസം ശേഷിക്കെ BJP അക്കൗണ്ട് തുറക്കുമോ എന്ന് ചോദിച്ചപ്പോൾ കെ മുരളീധരന്റെ പ്രഖ്യാതമായൊരു പ്രയോഗമുണ്ട്, അക്കൗണ്ട് തുറക്കും. പക്ഷെ പാർലമെന്റിലേക്കല്ല, ബാങ്കിലേക്കായിരിക്കും. ഏതെങ്കിലും ബാങ്കിലോ സഹകരണ ബാങ്കിലോ ആയിരിക്കും അക്കൗണ്ട് തുറക്കുക എന്ന് പറഞ്ഞ ആ പ്രയോഗം മറന്നിട്ടില്ലല്ലോ. അപ്പൊ കെ മുരളീധരന് അത്ര ആത്മവിശ്വാസം ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ പറയാൻ അദ്ദേഹം മുതിരുമോ? നമുക്ക് ആ ചർച്ചയിലേക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ അവിടെയാണ് അദ്ദേഹം വ്യക്തിപരമായി തൻ്റെ പിഴവായി ചൂണ്ടിക്കാട്ടുന്നത്. തന്നെ പറഞ്ഞു വിശ്വസിപ്പിച്ചു, അല്ലെങ്കിൽ അങ്ങനെ ഒരു പറഞ്ഞു കേട്ടപ്പോൾ ചാടി വീഴാൻ പാടില്ലായിരുന്നു എന്ന തിരിച്ചറിവിൽ. അതെ, അതാണ് അദ്ദേഹം ഇപ്പം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വളരെ ചുരുക്കം സെക്കൻഡ്സിൽ കെ മുരളീധരൻ പറഞ്ഞ ആ കോണ്ടക്സ്റ്റിനെ കുറിച്ച് മാത്രം വളരെ ചുരുക്കത്തിൽ ശ്രീ ജയചന്ദ്രൻ വളരെ ചുരുക്കത്തിൽ. അല്ല, നോക്കൂ, മുരളീധരൻ പറഞ്ഞ വളരെ വ്യക്തമാണ്. മുരളീധരനെ സംബന്ധിച്ചിടത്തോളം മുരളീധരൻ്റെ പ്രതിഷേധം വളരെ വ്യക്തമാക്കുന്നു എന്ന് മാത്രമാണ്. മുരളീധരന് തൃശ്ശൂരിനെ കുറിച്ച് അറിയാമോ അറിയത്തില്ല എന്നുള്ളതൊന്നും അല്ല. കോൺഗ്രസിന് അറിയാമല്ലോ തൃശ്ശൂർ ഇദ്ദേഹം നിന്നാ വോട്ട് കിട്ടത്തില്ല, കരുണാകരന്റെ പുത്രനും കരുണാകരന്റെ ഫാമിലിക്കും അത്ര വോട്ട് കിട്ടാനുള്ള സാധ്യതയുള്ള ഒരു സ്ഥലമല്ല എന്ന് അറിഞ്ഞിട്ടും നിർത്തിയെങ്കിൽ അതിനകത്ത് കുഴപ്പമുണ്ട്. യെസ്, ശ്രീ ജയചന്ദ്രൻ, അതായത് കെ മുരളീധരൻ പുതിയ സാഹചര്യത്തിൽ 2 കേന്ദ്രമന്ത്രിമാർക്കെതിരെ UDF പാലിക്കുന്ന നിശബ്ദതയെക്കുറിച്ച് പറഞ്ഞു വെക്കുന്ന ഒരു ഗൗരവമായ രാഷ്ട്രീയ വിമർശനമില്ലേ? അത്യന്തം ശ്രദ്ധേയമായ വിമർശനം തന്നെയാണത്. കാരണം 50 കോടി രൂപയ്ക്ക് മുകളിൽ പണിത കിഫ്ബി റോഡുകൾക്ക് ടാക്സ് ഈടാക്കാനുള്ള ഒരു നിർദ്ദേശം, അതിൻ്റെ ഡ്രാഫ്റ്റ് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടെന്ന് പറഞ്ഞ ഉടനെ തന്നെ സുധാകരൻ ചാടി വീഴുകയാണ്. ഞങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ല, റോഡിൽ തെരുവിൽ തടയും എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ അപ്പോഴാണ് മുരളീധരൻ്റെ പ്രസ്താവനയ്ക്ക് അത്യന്തം പ്രാധാന്യം വരുന്നത്. ഞാനൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് സമരം ചെയ്യുന്നു, പിന്നെ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇതിനേക്കാളും വലിയ വിമർശനം വേറൊന്നും പറയേണ്ടതില്ലല്ലോ. UDFൻ്റെ നിഷ്ക്രിയത്വം മാത്രമല്ല, ഇത് കീഴടങ്ങലാണ്.
ആർക്ക് മുമ്പിൽ? BJPക്ക് മുമ്പിൽ. എന്തിനു വേണ്ടി? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ കീടങ്ങളിൽ ഇപ്പോഴേ അവർ ധാരണ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ വിമർശനം കൂടെയാണ് മുരളീധരൻ്റെ ഈ വാക്കുകൾ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. റൈറ്റ്. ഏതായാലും കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിൽ ഒന്നാമനാര് എന്ന വലിയ പോരും മത്സരവും നിൽക്കുമ്പോൾ തന്നെയാണ് തൃശ്ശൂരിൻ്റെ തോൽവി, ആ തോൽവിക്ക് പിന്നിലെ യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്താൻ വെച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് അതിലും വലിയ പുകില പാർട്ടിക്കുള്ളിൽ സൃഷ്ടിക്കുന്നത്. കെ മുരളീധരൻ നിശ്ചിതമായ വിമർശനങ്ങൾ പാർട്ടി നേതൃത്വവുമായി ബന്ധപ്പെട്ട് അടക്കം മുന്നോട്ട് വെക്കുന്നു. വളരെ പ്രധാനപ്പെട്ട നിലയിൽ തന്നെ പിന്നിൽ നിന്ന് കുത്തും വിധത്തിലേക്ക് ജില്ലയിലെ നേതാക്കൾ പല രൂപത്തിൽ ഇടപെട്ടതടക്കമുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെയാണ് തനിക്ക് സംഭവിച്ച പിഴവുകൾ, തീരുമാനമെടുക്കുന്നതിലെ വലിയ പോരായ്മകൾ ഒക്കെ അദ്ദേഹം തുറന്ന് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടിങ്ങനെ അസ്വാരസ്യങ്ങളാണ് പല രൂപത്തിൽ പുറത്തു വരികയും അത് ചർച്ചയാവുകയും ചെയ്യുന്നത്. ഇതാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ചയ്ക്കിടയിൽ കാര്യമായി പരിശോധിച്ചത്.